സദസ്സിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും, അതേപോലെ തന്നെ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വന്ദനം അറിയിക്കുന്നു. ഈ ദേശത്ത് ഞങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദേശത്തെ നല്ലവരായ നാട്ടുകാർ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഞങ്ങളെ ശ്രദ്ധിക്കുന്നു. ഞങ്ങൾക്കറിയാം ഈ മീറ്റിംഗ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ആശ്വാസമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാധാരണ നടക്കുന്നൊരു മീറ്റിംഗ് അല്ല, ഇന്ന് ചിലത് നടക്കും. സ്തോത്രം. എത്ര പേരെ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇവിടെ കറണ്ട് ഉണ്ടോ? ഉണ്ട്. എങ്ങനെ അറിയാം? കറണ്ട് ഉണ്ടെന്ന് അറിയാൻ പറ്റുന്ന ലൈറ്റ് ഉണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട്, ഫാൻ കറങ്ങുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ യേശു ഇതിന് നടുവിലുണ്ടെങ്കിൽ ഇന്ന് ചിലത് കാണുന്നുണ്ട്. സ്തോത്രം. ഇന്ന് ചിലത് നടക്കും. സ്തോത്രം. ഈ ദേശത്ത് ചില കെട്ടപ്പെട്ടവർ പുറത്തു വരാൻ പോവുകയാണ്. ബന്ധിക്കപ്പെട്ടവർ പുറത്തു വരാൻ പോവുകയാണ്. ജീവിതം അവസാനിപ്പിക്കാൻ കാത്തു നിൽക്കുന്നവർ പുറത്തു വരാൻ പോവുകയാണ്. നമ്മുടെ ശബ്ദബീജികൾ ചിലർക്ക് ആശ്വാസമായി മാറും, സമാധാനമായി മാറും. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഈ ദേശത്ത് ഓടി നടന്ന് പ്രവർത്തിക്കുന്ന താവള ദാസൻ സിഞ്ചു പാസ് അല്ലേ? പാസ്റ്റർ പേര് ജെയിൻ പാസ്റ്റർ. ജെയിൻ ബ്രദർ കുടുംബം ഈ ദേശത്ത് ശക്തമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശത്തിന് വേണ്ടി അനേകര് ഹല്ലേലൂയ യേശുവിന്റെ സ്നേഹത്താൽ നിറയപ്പെടണം. സ്തോത്രം. ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവിടെ ഇത്രയും പേര് കൂടിയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ട് എല്ലാവരും ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിച്ചു. ഈ ദേശത്ത് ഹല്ലേലൂയ ജനത്തിന്റെ ഇടയിൽ വ്യാപരിക്കുന്ന ഹല്ലേലൂയ മരണത്തിന്റെ ആത്മാവ് പുറത്തു പോകണം. പൈശാചിക മണ്ഡലങ്ങൾ പുറത്തു പോകണം. ബന്ധനങ്ങൾ അഴിഞ്ഞു മാറണം. രോഗങ്ങൾ ഹല്ലേലൂയ വിട്ടുമാറണം. സാമ്പത്തികമായ ശൂന്യതകൾ മാറണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായവനും സകലത്തിന്റെ ഉടയവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. അവിടുത്തെ കരം ഇവിടെ ചലിക്കട്ടെ. ദൈവപ്രവൃത്തിയോട് വെളിപ്പെടട്ടെ കർത്താവേ. ഹൃദയങ്ങൾക്ക് ആശ്വാസമായി മാറട്ടെ, സമാധാനമായി മാറട്ടെ. അവിടുത്തെ കരത്തിലേക്ക് ദേശത്തെയും ജനത്തെയും ഏൽപ്പിക്കുന്നപ്പ അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. അവിടുന്ന് വിടുതലയച്ചതിനായി സ്തോത്രം. അങ്ങ് മുഴുമഹത്വം എടുക്കണം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ തിരുവല്ലായിൽ നിന്ന് കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കി. എന്റെ വല്യപ്പച്ചനെ കുറിച്ച് പറഞ്ഞപ്പോൾ അപ്പച്ചന്റെ പേര് പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. പാസ്റ്റർ മുട്ടൻ ഗീവർഗീസ് എന്ന് പറയും. അദ്ദേഹം അനേക ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അടലേറും ജീവിതം അറിയും എന്താനന്ദം എനിക്ക് എന്താനന്ദം കർത്തനെ വാഴ്ത്തി പ്രത്യാശയോടിത വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ. അങ്ങനെ 140 പരം ഗാനങ്ങൾ എഴുതിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട പിതാവിന്റെ സ്തോത്രം കൊച്ചുമകനാണ് ഞാൻ. എന്റെ പിതാവും കർത്താവിന്റെ വിരലായിരിക്കുന്നു. കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാവരും തിരുവല്ലായിലായിരിക്കുന്നു. ഞങ്ങൾ ഹല്ലേലൂയ ദൈവം അയക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിന്റെ സാക്ഷിയായി നിൽക്കുന്നു. സ്തോത്രം. ഈ ദേശത്തും കടന്നു വന്ന് നിങ്ങളോട് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഹല്ലേലൂയ വിളിച്ചു പറയുവാൻ, പ്രസംഗിക്കുവാൻ ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ നന്ദി പറയുന്നു. ഈ ദേശത്തെ യേശു സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അനവധി വട്ടം ഈ ദേശത്തെ ദൈവത്തിന്റെ ശബ്ദം കേട്ടതാണ്. ഇന്നും ഹൃദയത്തിന്റെ വാതിലെ മുട്ടുകയാ. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടി അത്താഴം കഴിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായ ഒരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വാക്യം ഞാൻ തന്നെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. സ്തോത്രം. കർത്താവിന്റെ ദാസൻ ബസേമ്മനാക്കി പാസ്റ്റർ പ്രത്യേകം പറഞ്ഞു, എന്റെ സാക്ഷിയോടെ ഇതിന്റെ കൂടെ പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് ആദ്യം അല്പനിമിഷങ്ങൾ എന്റെ സാക്ഷ്യം പറഞ്ഞിട്ട് ഈ തിരുവചനത്തിലേക്ക് നമ്മൾ മടങ്ങി വരും. സ്തോത്രം. എന്റെ പേര് പാസ്റ്റർ സാം ചെന്നിത്തല. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. സ്തോത്രം. പെന്തക്കോസ് പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെ ആ പെന്തക്കോസിന്റെ നല്ല പൈതൃകത്തിൽ വളർന്നു വന്നെങ്കിലും യൗവന പ്രായമൊക്കെ ആയപ്പോഴത്തേക്ക് പല ചോദ്യങ്ങൾ മനസ്സിൽ ഉയർന്നു. സ്തോത്രം. എല്ലാവരിലും ഉയരുന്ന ചോദ്യങ്ങൾ തന്നെയാണ് എന്റെ മനസ്സിലും ഉയർന്നത്. ക്രിസ്തീയ ജീവിതം
എന്താ ഇങ്ങനൊക്കെ? കഷ്ടതയുടെ മാർഗമാണോ ക്രിസ്തീയ ജീവിതം? ഇതാണോ യഥാർത്ഥമായ യേശുവിന്റെ സ്നേഹം? ഇങ്ങനെയാണോ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്? ഇങ്ങനെ പല ചിന്തകളൊക്കെ മനസ്സിൽ ചെറുപ്രായത്തിൽ തുടങ്ങി അത് വളർന്നു വന്നപ്പോൾ അത് ചില ചോദ്യ ചിഹ്നങ്ങളായി മാറി. അങ്ങനെ ദൈവത്തോട് അടുക്കേണ്ടതിന് പകരം ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങി. സ്തോത്രം, അകന്നു പോകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ ദീർഘമായ ഒരു സാക്ഷ്യമായതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കമായിട്ടാണ് പറയുന്നത്. സ്തോത്രം, ദൈവത്തിന്റെ പ്രവൃത്തി മാത്രം പറഞ്ഞ് ഓടിപ്പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം, അങ്ങനെ ജോലിയോടനുബന്ധിച്ച് സ്തോത്രം ദുബായ് എന്ന പട്ടണത്തിലേക്ക് കടന്നുപോയി. അവിടെ ചെന്നു. അതിനുശേഷം നല്ലൊരു ജോലി ലഭിച്ചു. ജോലിക്ക് ശേഷം ഞങ്ങൾ വിവാഹം നടന്നു. കുടുംബമായ ദേശത്ത് 1995 ആ ദേശത്ത് കടന്നുപോയി. ഞങ്ങൾ ആ ദേശത്തായിരുന്നു. ജോലിയോടനുബന്ധിച്ച് ആദ്യമായിരുന്നെങ്കിലും 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ് അവിടെ ആരംഭിച്ചു. ഈ ബിസിനസ് തുടങ്ങുമ്പോഴെല്ലാം ചിന്തിക്കണം, ദൈവമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധമില്ല. പേര് ക്രിസ്ത്യാനി എന്നാണ്, പെന്തക്കോസ്തുകാരനാ, പക്ഷെ ദൈവമായിട്ടൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം. നമ്മളും പലരും അങ്ങനെ പോകാറില്ലേ? അപ്പന്റെ കെയറോഫിൽ, വല്യപ്പന്റെ കെയറോഫിൽ ഓടുകയല്ലേ? ദൈവമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ടോ? എന്നെ കേൾക്കുന്ന യൗവനക്കാരായ പിള്ളേരോട് ഞാൻ ചോദിക്കുകയാണ്, ദൈവമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ടോ? ദൈവത്തോട് നിങ്ങൾ സംസാരിക്കാറുണ്ടോ? പ്രാർത്ഥിക്കാറുണ്ടോ? ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവമായിട്ട് വ്യക്തിപരമായ ബന്ധം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഈ ദുഷ്ട ലോകത്തിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഈ കാലഘട്ടത്തിൽ തലമുറകൾ വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. തലമുറകൾ ഡ്രഗ്സിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. തലമുറകളെ പൈശാചികമണ്ഡലങ്ങൾ ബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ യങ്സ്റ്റേഴ്സിനിടെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്, യൗവനക്കാരുടെ ആത്മഹത്യക്കെതിരെയും ഡ്രഗ്സിനെതിരെയും പ്രവർത്തിക്കുന്ന ആൾക്കാരാ. അതുകൊണ്ട് പറയുകയാണ്, 15 വയസ്സ് മുതൽ 25 വയസ്സുള്ള യുവതലമുറകൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 5 വർഷം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ റോഡിന്റെ സൈഡുകളിൽ മുടി വളർത്തി, താടി വളർത്തി, ഈത്ത ഒലിപ്പിച്ച് നടക്കുന്ന ഭ്രാന്തന്മാരായ കുഞ്ഞുങ്ങളെ കാണാൻ കഴിയും. വളരെ വിഷമത്തോട് പറയട്ടെ, നമ്മുടെ തലമുറ കൈവിട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ യേശുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെടട്ടെ, പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലേക്ക് വരട്ടെ. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു തലമുറയായിരുന്നു ഞാൻ. ദൈവത്തിൽ നിന്ന് അകന്നുപോയി, അകൽച്ച വളരെ കൂടിപ്പോയി. ദൈവമില്ല, ദൈവത്തിന് ശക്തിയില്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ല എന്നുള്ള ചിന്തയിലേക്ക് വന്നു. പൈസയാണ്, ക്യാഷാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. പൈസ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനെയും വേണ്ട ആവശ്യമില്ല, ഒരു മനുഷ്യന് മുന്നിൽ മുട്ടുമടക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ചിന്ത ജീവിതത്തിലേക്ക് കടന്ന് അങ്ങനെ ദുബായ് പട്ടണത്തിൽ ബിസിനസ് ആരംഭിച്ചു. ആ ബിസിനസ് വളരാൻ തുടങ്ങി. ദൈവത്തെ സേവിക്കാതെ, ദൈവത്തിന് മുന്നിൽ മുട്ടുമടക്കാതെ, ബൈബിള് വായിക്കാതെ, പ്രാർത്ഥിക്കാതെ നടന്ന് ഞാൻ ബിസിനസ് വളരാൻ തുടങ്ങി. നോക്കിക്കേ, ബിസിനസ് വളരുന്നതിന് ദൈവമായിട്ട് ബന്ധമൊന്നും വേണ്ട. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, അത് പടുകുഴിയിലേക്ക് പോകും. 12 വർഷം ദൈവമായിട്ട് ബന്ധമില്ലാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോയി. 2008 ദൈവത്തിന്റെ പിടി എന്റെ മേൽ വീഴുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് വിളിച്ചൊരു കാര്യം ഞാൻ പറയാം. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെങ്കിൽ എവിടെ പോയി ഒളിച്ചാലും ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. നിങ്ങൾ പറയുന്നത് എനിക്ക് കഴിവില്ല, എനിക്ക് പ്രാപ്തിയില്ല, എന്നെ കൊണ്ട് ഒരു ഉപയോഗമില്ല, എന്നെ വേണ്ട ആർക്കും, എന്റെ മാതാപിതാക്കൾക്ക് വേണ്ട, സഹോദരങ്ങൾക്ക് വേണ്ട, ഞാൻ എല്ലാവരും തള്ളപ്പെട്ടിരിക്കുന്നു, ഞാൻ നിരാശനാണ്, ഈ ജീവിതം ഒരു പാഴ്ജന്മമാ എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഞാൻ ദൈവാത്മാവിനെ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിങ്ങളെ യേശുവിന് ആവശ്യമുണ്ട്. ഇവിടെ നിൽക്കുന്ന ചിലരോട് ദൈവാത്മാവ് വ്യക്തമായി പറയുക, നിങ്ങളെ യേശുവിന് ആവശ്യമുണ്ട്. സുഹൃത്തെ, നിങ്ങൾ യേശുവിന് വേണ്ടപ്പെട്ടയാളാ. ലോകത്തിന് നിങ്ങളെ വേണ്ട, വീട്ടുകാർക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, ചാർച്ചക്കാർക്ക് വേണ്ട, കൂടെ നിൽക്കാമെന്ന് ഉടമ്പടി പറഞ്ഞിറങ്ങി തിരിച്ച ഭാര്യയ്ക്ക് വേണ്ട, ഭർത്താവിന് വേണ്ട, പെറ്റുവളർത്തിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ട. പക്ഷെ യേശുവിന് നിങ്ങളെ വേണം, യേശുവിന് നിങ്ങളെ വേണം. നിങ്ങൾ ഹൃദയം തുറന്ന് യേശുവോട് സംസാരിക്കാറുണ്ടോ? അതോ പ്രാർത്ഥന എന്ന പ്രോഗ്രാം നടത്തി പോവുകയാണോ? എത്ര പേര് ആത്മാർത്ഥമായി യേശുവിനോട് ഹൃദയം തുറന്ന് സംസാരിക്കാറുണ്ട്? ഒരു പ്രാസവും വേണ്ട, സാഹിത്യ ഭാഷ ഒന്നും വേണ്ട, മുട്ടുമടക്കി കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് യേശുവപ്പ എനിക്കാരുമില്ല, എന്നെ രക്ഷിക്കണമേ എന്നൊന്ന് നിലവിളിച്ചാൽ ആ നിലവിളിക്ക് മുന്നിൽ കർത്താവ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കത്തില്ല. അതാ ചരിത്രം. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നെ കർത്താവ് 2008 പിടിച്ചു. സ്തോത്രം. കുരുക്കിട്ട് പിടിച്ചു, കൊളുത്തിട്ട് പിടിച്ചു.
ദൈവത്തിന്റെ കുരുക്ക്, ദൈവത്തിന്റെ കൊളുത്തെന്ന് പറഞ്ഞാൽ അത് ലോകത്തിൽ ഒരു മനുഷ്യനും അഴിക്കാൻ പറ്റത്തില്ല. അത് ഓർത്തോണം. ആരെങ്കിലും കിടന്ന് കറങ്ങുന്നുണ്ട്, ഓർത്തോണം. ഒത്തിരി പാസ്റ്റർമാര് പ്രാർത്ഥിച്ചു, ഒത്തിരി ഉപദേശിമാര് വീട്ടിൽ കയറി വന്ന് പ്രാർത്ഥിച്ചു, എന്നിട്ടും വിടുതലില്ല. ഓർത്തോണം, ദൈവത്തിന്റെ കുരുക്കത്തിന്റെ ജീവിതത്തിൽ വീണിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് മാത്രമേ അഴിക്കാൻ പറ്റത്തുള്ളൂ. അതിനെന്താ പ്രതിവിധി? ഒറ്റ പ്രതിവിധിയേ ഉള്ളൂ. 5 പൈസ മുടക്കണ്ട, ഒരു നേർച്ചയിടണ്ട. ദൈവത്തിന് നിലപാട് കൊണ്ട് പറയണം, യേശുവേ ഞാൻ പാപിയാ, യേശുവേ ഞാൻ പാപിയാ, എന്നെ രക്ഷിക്കണമെന്ന് വിളിച്ചു പറ. നിന്റെ കുരുക്കഴിയും, നിന്റെ ബാധ വിട്ടുമാറും, നിന്റെ കുടുംബ ശാപങ്ങൾ മാറും. സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ പിടി വീണു. ആ പിടി ഇച്ചിരി കഠിനമായിരുന്നു. നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന കമ്പനി അധികം അടിച്ച് തകർത്ത് ലക്ഷക്കണക്കിന് ദിറംസിന്റെ കടബാധ്യതയായി അവിടുത്തെ ജയിലിൽ അടച്ചു. സ്തോത്രം. കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരൊക്കെ ഓടി മാറി, കൂടെ കാണാമെന്ന് പറഞ്ഞവരൊക്കെ കണ്ടിട്ട് ചിരിക്കാതെ ഓടിപ്പോയി. ആ ജയിലിനകത്തും, അത് ഭൂമിക്കടിയില്, ഇരുണ്ടറഞ്ഞ ഭൂമിക്കടിയിലെ ജയിലിനകത്ത് ആരുമില്ല. ലെബനോനിയും പലസ്തീനിയും പാകിസ്ഥാനികളും കിടക്കുന്ന ആ ജയിലിനകത്ത് ഒരൊറ്റ മനുഷ്യൻ അറിയാവുന്നവനില്ല. പ്രിയ സുഹൃത്തുക്കളെ, കൂടെ കാണുമെന്ന് പറഞ്ഞവരൊന്നും ആരുമില്ലായിരുന്നു. പക്ഷെ ആ ജയിലിന്റെ ഇരുണ്ടറയ്ക്കകത്ത് ഞാൻ കിടക്കുമ്പോൾ എന്റെ ചങ്കുപൊട്ടി ഞാൻ നിലവിളിച്ചു. നിലവിളിച്ചാൽ യേശു ഇറങ്ങി വരും, കരഞ്ഞാൽ യേശു ഇറങ്ങി വരും. ആ ഇരുണ്ടറഞ്ഞ മുറിക്കകത്ത് ഞാൻ ഇരിക്കുമ്പോൾ ഏകദേശം വൈകിട്ട് 5:30 മണിയായി. 5:30 പോലും ഇരുട്ട്. അതിന്റെ തോർത്തോണം, ഭൂമിക്കടിയിലെ ജയിലാണ്. ഞാൻ അതിന്റെ അകത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം ഞാൻ കേട്ടു, കരയണ്ട. സ്തോത്രം. കരയണ്ട. നിങ്ങൾ കേട്ടിട്ടില്ലേ ഇങ്ങനെ ശബ്ദം? നിങ്ങളുടെ അമ്മയുടെ നിന്നും അപ്പയിൽ നിന്നും ഈ ശബ്ദം കേട്ടിട്ടില്ലേ? മോളെ കരയണ്ടടി, മോനെ കരയണ്ടടാ. അച്ചാച്ചൻ പറഞ്ഞിട്ടില്ലേ കരയണ്ടെന്ന്? പക്ഷെ നിങ്ങൾ വീണ്ടും കരഞ്ഞു, നിങ്ങൾ ഇനിയും കരയും. പക്ഷെ യേശു കരയണ്ടെന്ന് പറഞ്ഞാൽ നീ കരയുന്ന വിഷയത്തിന് മറുപടിയാ. സ്തോത്രം. അതാ യേശുവിന്റെ വാക്കിന്റെ ശക്തി. യേശു കരയണ്ടെന്ന് പറഞ്ഞാൽ കരയുന്ന വിഷയത്തിന് മറുപടിയാ. എന്താ കാര്യം എന്നറിയാമോ? യേശു ക്രിസ്തുവിന്റെ നാവിന്ന് വീഴുന്ന വാക്കുകൾ അത് ശക്തിയുള്ളതാ. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ നീ കാണുന്ന, നോക്കാൻ കഴിയാത്ത സൂര്യൻ പുറത്തു വന്നോ, നീ കാണുന്ന ചന്ദ്ര നക്ഷത്രാദികൾ പുറത്തു വന്നോ, നീ കാണുന്ന ഈ പച്ചപ്പ് പുറത്തു വന്നോ, നീ കാണുന്ന ജീവജാലങ്ങൾ പുറത്തു വന്നോ. അതെന്താണെന്നറിയാമോ? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞവന്റെ നാവിൽ നിന്ന് പോയ ജീവനുള്ള വാക്കാത് ആ വ്യക്തി നിന്നോട് കരയണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ കരച്ചലിന് മറുപടിയായി. സ്തോത്രം. കരഞ്ഞതു മതി. ആ ജയിലിനകത്ത് വെച്ച് യേശു എന്നോട് കരയണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനിരുന്ന് കരഞ്ഞതിന് മറുപടിയായി എന്ന് പറഞ്ഞാൽ എന്റെ ജയിലിൽ നിന്ന് പുറത്തു വരാനുള്ള സമയമായി കഴിഞ്ഞു. ഞാൻ ഒരിക്കൽ പോലും കാണാത്ത അമേരിക്കക്കാരൊരു ബിസിനസ്സുകാരൻ വന്ന് എന്റെ സകല ബാധ്യതയും ഏറ്റെടുത്ത് എന്നെ ആ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ബാധ്യത മുഴുവൻ ഏറ്റെടുത്തു. ബ്ലാക്ക് ലിസ്റ്റ്, കരിമ്പട്ടികയിലായിരുന്നു ഞങ്ങൾ ആ ദേശത്ത് 2.5 വർഷം. എന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മുടങ്ങി, എല്ലാം ജപ്തി ചെയ്തു പോയി, എല്ലാം. പക്ഷേ ഒരു സൈഡിൽ ഞങ്ങൾ വെട്ടിപ്പിടിച്ചുണ്ടാക്കിയത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഭാഗ്യം എന്തെന്നറിയാമോ? യേശുവിനെ കിട്ടി. 17 വർഷം അവളെ വെട്ടിപ്പിടിച്ചുണ്ടാക്കിയത് മുഴുവൻ ഒരു വഴി കൂടെ ചോർന്നു പോയപ്പോൾ ഞങ്ങൾക്ക് യേശുവിനെ കിട്ടി. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ആ വലിയ പ്രശ്നത്തിൽ നിന്ന്, ആ ജയിലിൽ നിന്ന് കർത്താവ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നു. അതിനുശേഷം കർത്താവിനോട് പറഞ്ഞു, ഇതല്ല നിന്റെ പരിപാടി. ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുക. എന്റെ വചനവുമായി ചെന്നിത്തല, ഞാൻ ജനിച്ച സ്ഥലമാണ്, നിങ്ങൾക്കറിയാം, രമേശ് ചെന്നിത്തലയുടെ നാട്.
ഞങ്ങളൊക്കെ അയൽവക്കക്കാരാ. ആ നാട്ടിലാണ് ഞാൻ ജനിച്ചു വീണത്. ആ ദേശത്തെത്തണം, അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും. പ്രിയ ദൈവമക്കളെ, ആ വാക്കനുസരിക്കാൻ ഇച്ചിരി പാടായിരുന്നു, മറ്റൊന്നുമല്ല. ആ ദേശത്ത് നല്ല സുഭിക്ഷതയോട് കഴിഞ്ഞ ഒരാൾ പെട്ടെന്ന് കുഞ്ഞുങ്ങളൊക്കെ അവിടെ ജനിച്ചു, കുഞ്ഞുങ്ങളെയൊക്കെ TC ഒക്കെ മേടിച്ച് നാട്ടിൽ വന്ന് സെറ്റിലാകുമെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. പക്ഷേ പല പ്രാവശ്യം ദൈവത്തോട് മടി കാണിച്ചു, നോ പറഞ്ഞു. ദൈവം പറഞ്ഞതാ, മാറ്റമില്ല. 2016 ജനുവരി മാസം ദൈവം വീണ്ടും എന്നോട് പറഞ്ഞു, ഈ ദേശം വിട്ടു പോകണം എന്ന് പറഞ്ഞാൽ ദുബായ് പട്ടണം വിട്ടു പോകണം, 1000കണക്കിന് ആൾക്കാരെ പുറത്തു കൊണ്ടുവരണം. മടിച്ചു നിന്നപ്പോൾ ദൈവം കാലയിൽ നിന്ന് തൊട്ടു. സ്തോത്രം. ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തോട് മത്സരിക്കുന്നതിന് കാലെ തൊടുന്ന പരിപാടി ദൈവത്തിനുണ്ട്. സ്തോത്രം. ഒരു കുഴപ്പവുമില്ലാതെ നടന്നുപോയിക്കൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് ഇയർ ബാലൻസ് നഷ്ടപ്പെട്ട് ദുബായിയുടെ സ്ട്രീറ്റിൽ വീണു. അവിടെ വീണ് കിടന്ന ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എന്റെ വലത് കാല് 2ആയിട്ട് ഒടിഞ്ഞ് തിരിഞ്ഞുപോയി. എന്ന് പറഞ്ഞാൽ ഇയർ ബാലൻസ് നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ അനുഭവിച്ചു, നിങ്ങൾക്കറിയാം. നിങ്ങളുടെ നിൽക്കുന്ന ഭൂമി 1000 കിലോമീറ്റർ സ്പീഡിൽ കറങ്ങും. അപ്പൊ ഒരു മനുഷ്യൻ നിൽക്കാൻ പറ്റുമോ? നിൽക്കാൻ പറ്റത്തില്ല. കറങ്ങി ആ കറക്കത്തിനകത്ത് എന്റെ കാല് ട്വിസ്റ്റായിട്ട് പൊട്ടിപ്പോയി, 2ആയിട്ട് ഒടിഞ്ഞ് തിരിഞ്ഞുപോയി. സ്തോത്രം. ചുഴലിക്കാറ്റടിക്കുന്നത് പോലെ എന്നെ കറക്കി അവിടെ ഇട്ടു. സ്തോത്രം. പോലീസിന്റെ ആംബുലൻസ് വന്നെ റാഷീദ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുചെന്ന് അവർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അയച്ചു. 2 സൈഡും കീറി ടൈറ്റാനിയം പ്ലേറ്റ് ഇട്ടു. 14 സ്ക്രൂ ഈ സൈഡിൽ 14 സ്ക്രൂ. നല്ല ഫിക്സിങ്, ഏറ്റവും നല്ല ഡോക്ടർ റിക്കവറി റൂമിലേക്ക് മാറ്റി. അതിനുശേഷം ഞാൻ ഒറ്റയ്ക്ക് റൂമിൽ കിടക്കുകയാണ്. ഞാൻ എന്റെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്താ ഇതൊക്കെ? ഞാൻ ദൈവത്തെ വിട്ട് മാറിപ്പോയിട്ടില്ല, ദൈവത്തോട് പറ്റിയാ നിൽക്കുന്നേ, പക്ഷെ എന്താ ഇതൊക്കെ? കർത്താവ് അന്ന് രാത്രി എന്നോട് സംസാരിച്ചു. എന്നോട് പറഞ്ഞു, മകനെ, ഞാനാ നിന്നെ തൊട്ടത്. എന്റെ പദ്ധതിക്ക് ഇറങ്ങേണ്ട സമയം കഴിഞ്ഞു, ഇറങ്ങിയേ പറ്റൂ. എനിക്കല്ലാതെ നിന്നെ ആർക്കും സൗഖ്യമാക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഓപ്പറേഷൻ, ഏറ്റവും നല്ല ഫിക്സിങ് അവർ ചെയ്തു. പക്ഷേ ഞാൻ നടക്കത്തില്ല. 3 മാസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം അവർ സ്കാനിങ് നടത്തി, ചെക്ക് ചെയ്ത് നോക്കി. എന്റെ കാലിന് സ്പർശന ശക്തിയില്ല, കാല് കുത്താൻ കഴിയത്തില്ല, 1 കിലോ വെയിറ്റ് പോലും കാലെ കൊടുക്കാൻ പാൽ ഡോക്ടർമാർ വിധി എഴുതി. ആ ഹോസ്പിറ്റലുകാരനെ തള്ളി വീട്ടിലേക്ക് വന്നു. ദൈവമക്കളെ, ആ വീട്ടിൽ വന്ന ദിവസം രാത്രി ഞാൻ ദൈവത്തോട് നിലവിളിച്ച് കരഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവ്, എനിക്ക് ജീവിക്കണ്ട, എനിക്ക് ഇങ്ങനെ വീൽ ചെയറിൽ ജീവിക്കണ്ട. എന്റെ ജീവിതം വീൽ ചെയറിലേക്ക് മാറി. എനിക്കിനി എഴുന്നേറ്റ് നടക്കാൻ കഴിയത്തില്ല, എന്റെ കാലിന് സ്പർശന ശക്തിയില്ല, എനിക്ക് മരിച്ചാൽ മതി കർത്താവ് എന്ന് നിലവിളിച്ച് കരഞ്ഞു. അന്ന് രാത്രി വീണ്ടും ഞാൻ ദൈവശബ്ദം കേട്ടു, കരയണ്ട, സ്തോത്രം, നിനക്ക് നടക്കണോ? ഞാൻ നിന്നെ നടത്തും, പക്ഷേ ജന്മസ്ഥലത്തെത്തണം. ഈ വചനവുമായി എനിക്ക് മനസ്സിലായ കർത്താവ് എന്നെ മുൻപും പിൻപും അടച്ചു. സ്തോത്രം. ദൈവമക്കളെ, തീരുമാനമെടുത്തു, ഇനി ഒരു ദിവസം പോലും ആ ദേശത്ത് വേണ്ട. ആ ദേശത്തോട് ഞങ്ങൾ 2016 ഏപ്രിൽ മാസം 26-ാം തീയതി ബൈ പറഞ്ഞു. ഞാനും എന്റെ കുടുംബവും ആ ദേശം വിട്ട് നാട്ടിലേക്ക് വന്നു. സ്തോത്രം. വീട്ടിൽ വന്നപ്പോൾ എന്റെ കാലൊക്കെ 2 കാലിന്റെ വലിപ്പമായി, നീര് വെച്ചിട്ട് നിലത്ത് കുത്താൻ കഴിയത്തില്ല, ഭയങ്കര വേദനയാണ്. ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങളുടെ ചർച്ചിൽ മീറ്റിങ്ങിന് വന്നു. വീൽ ചെയറിലാണ് എന്നെ കൊണ്ടുവന്നൊരു സൈഡിലിരുത്തി. അല്പസമയം വചനമൊക്കെ സംസാരിച്ചു. ഞങ്ങളുടെ കർത്താവിന്റെ ദാസൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സഭ പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാം, പാസ്റ്റർ രാജു പൂവക്കാല, ഞങ്ങൾ ആ ചർച്ചിലെ മെമ്പേഴ്സ്, ഞാൻ അസോസിയേറ്റ് പാസ്റ്ററാണ്. കൈ ഉയർത്തി ദൈവജനവും ദൈവസഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം എന്നെ കൊണ്ട് ദൈവദാസന്മാർ പിടിച്ചിരുത്താൻ പോവുകയാണ്. 1 സ്റ്റെപ്പ്, 2 സ്റ്റെപ്പ്, 3-ാമത്തെ സ്റ്റെപ്പ് ഞാൻ വെക്കാൻ തുടങ്ങിയപ്പോൾ എന്നോട് എന്റെ ദൈവം സംസാരിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കി, ക്രച്ചസ് മാറ്റി നടക്കുക. ഇതൊരു മുറിക്കകത്ത് വെച്ചാൽ നടന്നെങ്കിൽ നിങ്ങൾ വിശ്വസിക്കത്തില്ലായിരുന്നു. 1000-ഓളം പേര് കൂടുന്ന ഞങ്ങളുടെ ചർച്ചിന്റെ സ്റ്റേജിൽ വെച്ച് യേശു കർത്താവിന്റെ ക്രച്ചസ് മാറ്റി, വീൽ ചെയർ മാറ്റി എഴുന്നേൽപ്പിച്ച് നടത്തി. 98 കിലോ ബോഡി വെയിറ്റ് ഈ കാലിൽ കൊടുത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അന്ന് ഉച്ചയ്ക്ക് എന്നെ എഴുന്നേൽപ്പിച്ച് കർത്താവ് നടത്തി.
രാവിലെ എടുത്താണ് എന്നെ കാറിൽ കയറ്റിയതെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ നടന്ന വീട്ടിൽ കയറിയത്. യേശുവുള്ളിടത്ത് അത്ഭുതമുണ്ട്. യേശുവുള്ളിടത്ത് അത്ഭുതങ്ങൾ നടക്കും. അതുകൊണ്ടാ ഉറപ്പോട് പറയരുത്, യേശു ഇവിടെ ഉണ്ട്. യേശു ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് കടന്നു വന്നതുപോലും മടങ്ങി പോകത്തില്ല. നിങ്ങൾ എന്തു പ്രശ്നത്തോട് വന്നു, ഇന്ന് അതിവിടെ ഇറക്കി വെച്ചിട്ട് പോയാൽ മതി. സ്തോത്രം. എത്ര വിഷയമായിക്കോട്ടെ കർത്താവ് അത്ഭുതം ചെയ്യും. ഞങ്ങൾ ഈ ദേശത്ത് കൊണ്ടുവന്നത് ആയിരക്കണക്കിന് ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ ചെയ്യുന്നിടക്കിലേക്ക് ഓടിയെത്തുക, അതാണ്. അതെങ്ങനെ അറിയും? ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആൾക്കാർ നമ്മളെ വിളിക്കൂ? എങ്ങനെ അറിയും? ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ ചിരിച്ചുകൊണ്ടിരിക്കും, രാത്രി പോയി കെട്ട് ഞാൻ മരിക്കും, അവരാരോടും പറയാനില്ല. പക്ഷേ ദൈവം പറഞ്ഞാൽ നടക്കും. ഞങ്ങളോട് പറഞ്ഞു, കേരളത്തിലെ ഓരോ ഹൈവേയിലും NH-ലും ബോർഡ് വെക്കാൻ പറഞ്ഞു, ആത്മഹത്യ അരുതേ, അത് പാപമാണ്, മരണത്താൽ ജീവിതം അവസാനിക്കുന്നില്ല, യേശു ക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്നു. ഈ ബോർഡ് ഞങ്ങൾ വെച്ചു തുടങ്ങി. ആയിരക്കണക്കിന് ആൾക്കാർ കോൾ വരാൻ തുടങ്ങി. ഓരോ ജില്ലയിലും ഞങ്ങൾ ഓരോ ടൗണുകളിലും മീറ്റിംഗ് നടത്താൻ ആരംഭിച്ചു. 2600 പേർ മീറ്റിംഗ് കേരളത്തിൽ നടത്തി, പല സ്ഥലങ്ങളിൽ നടത്തി. തമിഴ്നാട്ടിൽ പോയി, തെലുങ്കാനയിൽ പോയി. നിങ്ങളോട് ഞാൻ ദൈവനാമ മഹത്വത്തിന് പറയട്ടെ, 10,000 പരം ആൾക്കാരെ ആത്മഹത്യ എന്ന് പുറത്തു കൊണ്ടുവരുവാൻ, ഡ്രഗ്സിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ സർവകൃപാലുവാൻ ദൈവം ഇടയാക്കി. എന്താ കാര്യം എന്നറിയാമോ? ദൈവം പറഞ്ഞത് അനുസരിക്കുക, അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. അർദ്ധരാത്രിയിലും വെളുപ്പാങ്കാലത്തും ഒക്കെ ചാവാൻ പോകുന്നവരുടെ കോളാ. പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ചെറിയ ആൾക്കാർ വിളിച്ചിട്ട് എന്താ പറയുന്നറിയാമോ? ബ്രദറെ, പാസ്റ്ററെ, ഞാൻ ഇന്ന് രാത്രി 12 മണിക്ക് മരിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ട് ആത്മഹത്യ ആയിരുന്നു എഴുതി വെച്ച് ഞാൻ ബോർഡ് കണ്ടു, പക്ഷെ എനിക്ക് മരിക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്റെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങൾ പറഞ്ഞ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കത്തില്ല. പക്ഷെ ഒരു കാര്യം ഇപ്പം പ്രാർത്ഥിക്കാൻ പോവാ, നീ ഭാരപ്പെടുന്ന വിഷയത്തിന് മറുപടിയാകാൻ പോവാ. പിന്നെ ചാവേണ്ട കാര്യമില്ലല്ലോ. 100 കണക്കിന് ആൾക്കാരെ ഫോണിൽ കൂടെ വിളിച്ച് കർത്താവ് പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞതനുസരിക്കുക, കർത്താവ് അത്ഭുതം ചെയ്യും. ഇപ്പോൾ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ ടീമായിട്ട് പല സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ, സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും കേരളത്തിലുമായി പല മീറ്റിംഗുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. സാക്ഷ്യം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. ബാക്കി ദൈവത്തിന്റെ വചനത്തിൽ കൂടെ മുന്നോട്ട് പോകാം. ഈ യോഹന്നാന്റെ സുവിശേഷം, സ്തോത്രം, 14-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഞാൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. സ്തോത്രം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ആരാണ് ഈ ഞാൻ? സ്തോത്രം. തോമസിനോട് പറയുകയാണ്, യേശുവിന്റെ ശിഷ്യനായ തോമസിനോട് പറയുകയാണ്, ഞാൻ. ആരാണ് ഈ ഞാൻ? സ്തോത്രം. ആ ഞാൻ എന്നുള്ള സ്ഥാനത്ത് മറ്റൊരു പേര് നിങ്ങൾക്ക് ചേർക്കാൻ കഴിയത്തില്ല. ആ ഞാൻ എന്നുള്ള സ്ഥാനത്ത് യേശു ക്രിസ്തു എന്ന് മാത്രമേ നിങ്ങൾക്ക് ചേർക്കാൻ കഴിയുള്ളൂ. സ്തോത്രം. യേശു പറയുന്നു, ഞാൻ മറ്റുള്ളവരെ പോലൊരു വഴി എന്നല്ല പറഞ്ഞത്, ഞാൻ തന്നെ വഴി. ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ചേട്ടൻ എന്നെ കണ്ടിട്ട് പറഞ്ഞു, പാസ്റ്റർ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനമൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. ബോർഡുകളൊക്കെ ഞാൻ കണ്ടു, ഒത്തിരി സന്തോഷം. പ്രസംഗം ഞാൻ കേൾക്കാറുണ്ട്, വളരെ സന്തോഷം. പക്ഷെ ഒരു കാര്യം മാത്രം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു, എന്താ സുഹൃത്തെ, പറഞ്ഞാട്ടെ. തിരുവല്ല നിന്നിട്ട് എന്നോട് സംസാരിക്കുകയാണ്. തിരുവല്ലയിലാണ്. ഞാൻ ചോദിക്കട്ടെ പാസ്റ്ററെ, തിരുവനന്തപുരത്ത് പോകാൻ എത്ര വഴിയുണ്ട് തിരുവല്ലയിൽ? നിങ്ങൾക്കത് അറിയത്തില്ല, പക്ഷെ ഞാൻ അങ്ങോട്ട് പറയാം. തിരുവല്ലയിൽ നിന്ന് തിരുവനന്തപുരത്ത് പോകാൻ കുറഞ്ഞത് 3 വഴി കൂടെ പോകാം നമുക്ക്. 1 NH കൂടെ പോകാം, 2 MC റോഡിൽ കൂടെ പോകാം, 3ാമത് മലയോരത്തിൽ കൂടെ കയറി പത്തനാപുരം കയറി പോകാം. 3 വഴി മനസ്സിലായോ? തിരുവനന്തപുരത്ത് എത്തും. അതൊക്കെ എന്നോട് പറയുകയാണ്, 3 വഴി കൂടെ തിരുവനന്തപുരത്ത് എത്താൻ പറ്റുമല്ലോ. ഞങ്ങള് ഇതുവഴി അങ്ങ് വന്നേക്കാം. നിങ്ങള് നേരെ ഈ വഴി വന്നു, മറ്റേ ആൾക്കാർ അതുവഴി വന്നോളൂ.
നിങ്ങളുടെ വഴി കൂടെ പോയെങ്കിൽ മാത്രമേ അങ്ങ് എത്തുള്ളൂ എന്ന് മാത്രം പറയരുത്. അത് സഹിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനിപ്പോൾ ഒരിടത്ത് പോകാൻ ഇറങ്ങിയതാണ്, ഒരാഴ്ചയിൽ ഞാൻ മടങ്ങി വരും, നമുക്ക് ഈ കാര്യം സംസാരിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യ പലവട്ടം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ആ ചേട്ടൻ 3-4 പ്രാവശ്യം വീട്ടിൽ വന്നായിരുന്നു, പാസ്റ്ററെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചോ, വിവരം പറയുന്നില്ല. കുഴപ്പമില്ല, ഞാൻ വന്ന കാണാമെന്ന് പറഞ്ഞു. നേരെ വന്നപ്പോ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ചോദിച്ചു, വീട്ടിലവിടെ ഇല്ല. ഫോണിൽ വിളിച്ചു, എന്താ എവിടാ? ഞാൻ ഒരു സ്ഥലത്താ. ഞാൻ ഓടി വാ, എന്താ കാര്യം? അതെ പാസ്റ്ററെ, എന്നെ ഒരു മോനല്ലേ, എനിക്കൊരു മോനേ ഉള്ളൂ, അറിയാമല്ലോ പാസ്റ്ററെ, ഒറ്റ മോനേ ഉള്ളൂ, ആണ് പെണ്ണോട് ഒന്നേ ഉള്ളൂ. അവനെ പന്തളത്തൊരു മുറിയിൽ അടച്ചിട്ടിരിക്കുക. ഞാൻ ചെന്തു പറ്റി? അവൻ കഴിഞ്ഞ ദിവസം സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി എല്ലാം കെട്ടി ആൾക്കാർ കണ്ട് അറത്ത് താഴെ ഇട്ടു, താനൊക്കെ അഴിച്ചു മാറ്റി മുറിയിൽ അടച്ചിട്ടിരിക്കുക. അതിനിപ്പോ ഞാൻ എന്ത് വേണം? പാസ്റ്റർ അങ്ങനെ പറയുന്നത് അല്ല, അച്ഛൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഇതുവഴി അങ്ങ് വന്നേക്കാം, നിങ്ങൾ ഇതുവഴി വന്നു നോക്കൂ, ഞങ്ങൾ അപ്പുറത്തൂടെ വേറെ ആൾക്കാർ വന്നോളും എന്ന് പറഞ്ഞല്ലോ. പിന്നെ എന്തിനാ എന്നെ വിളിച്ചത്? നിങ്ങൾ അതുവഴി അങ്ങ് വന്നു. ശവത്തെ കുത്തല്ലേ പാസ്റ്റർ, ശവത്തെ കുത്തല്ലേ? ഞാൻ പറഞ്ഞു ശവത്തെ കുത്തത്തില്ല. എന്താ പറയാ? പ്രാർത്ഥിക്ക് പ്ലീസ്, എന്റെ മോൻ നഷ്ടപ്പെടല്ലേ. മോന്റെ പേര് പറഞ്ഞ് ആ നിമിഷം അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഓൺ ദ സ്പോട്ടിൽ പന്തളത്ത് ആ വീടിനകത്ത് അവൻ ബോധം കെട്ട് താഴെ വീണ് അവരിൽ വ്യാപരിച്ച പൈശാചിക ശക്തി വിട്ടുപോയി. മടങ്ങി വീട്ടിൽ വന്നു. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, നിങ്ങൾ വേറെ വഴി വെട്ടാനൊന്നും പോകണ്ട, ഒറ്റ വഴിയുള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ നിത്യജീവനില്ല. യേശു ക്രിസ്തു കൂടെ അല്ലാതെ സമാധാനമില്ല. യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ നിത്യതയില്ല. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും നേതാവുണ്ടോ? പലരും പറഞ്ഞിട്ടുണ്ട്. എന്താ അറിയാമോ? നിങ്ങൾ അതുവഴി ഒന്ന് പോയി നോക്ക്, ഇതുവഴി ഒന്ന് പോയി നോക്ക്, ഇന്ന വ്യക്തി ഒന്ന് കണ്ടു നോക്ക് എന്ന് പലരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വിരൽ ചൂണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കണ്ണിലേക്ക് തന്നെ വിരൽ ചൂണ്ടി ഞാൻ കണ്ടേ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞിരിക്കുന്ന ആരുണ്ട്? കാണിച്ചു തരാമോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ബൈബിൾ ഞാൻ താത്തു വെക്കും, പ്രസംഗം നിർത്തും. യേശു ക്രിസ്തു അല്ലാതെ ഒരു വ്യക്തി പറഞ്ഞിട്ടില്ല ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. സ്തോത്രം, ഹല്ലേലൂയ. ഈ വാക്യത്തിലെ 3 കാര്യങ്ങൾ തേടിയ മനുഷ്യർ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. യേശു ആരാന്നൊരു വാക്ക് ഞാൻ അറിയാൻ വയ്യാത്തവരോട് പറയാം. യേശു ക്രിസ്തു നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ 2000 വർഷം മുമ്പേ ഉണ്ടായ ദൈവമല്ല. അത് മനുഷ്യന്റെ തെറ്റിദ്ധാരണയാണ്. 2000 വർഷം മുമ്പേ ഉണ്ടായ ദൈവമല്ല യേശു ക്രിസ്തു. ചില ആൾക്കാർ പറയുന്നു, കരയുന്നു, ചിരിക്കുന്നു, വിശക്കുന്നു. ദൈവത്തിന് വിശക്കുമോ? ദൈവത്തിന് കരച്ചില് വരുമോ? ദൈവം ഇതാണോ ദൈവം? 2000 വർഷം മുമ്പുണ്ടായതല്ല ദൈവം. ദൈവം അനാദിയാണ്. ദൈവത്തിന് ആദ്യമില്ല, അവസാനവുമില്ല. എന്നാ പിന്നെ 6000 വർഷം മുമ്പേ ഉണ്ടാകും. 6000 വർഷം മുമ്പേ ഉണ്ടായതല്ല. ദൈവത്തിന് കാലം നിശ്ചയിക്കാൻ നമുക്ക് കഴിയത്തില്ല. ദൈവം അനാദിയാണ്. അപ്പോഴാരാണ് യേശു ക്രിസ്തു? അപ്പോഴാരാണ് യേശു ക്രിസ്തു? ബൈബിളിനകത്ത് പറയുന്നത് 2000 വർഷം മുമ്പ് യേശു ലോകത്തിലേക്ക് വന്നു എന്നൊക്കെ. സ്തോത്രം, ഹല്ലേലൂയ. ഏദൻ പൂങ്കാവനത്തിൽ ദൈവത്തിന്റെ മനസ്സിലുണ്ടായ ചില സ്വപ്നങ്ങൾ മെനയപ്പെട്ടു. സ്തോത്രം. ആദമവ ദമ്പതിമാരെ അവിടെ പാർപ്പിച്ചു, സകലത്തെ വാഴുവാൻ അധികാരം കൊടുത്തു. പക്ഷേ അവർ തോറ്റുപോയി. പാപം അവരെ വാഴാൻ തുടങ്ങി. പാപത്തിൽ വീണ് പാപം വാണ് പാപത്തിന് അടിമപ്പെട്ട് മരണത്തിന് അടിമപ്പെട്ടവരായി മാറി.
അവർ തലമുറയെ അത് കൈമാറി വന്നു. അവരെ പുറകോട്ട് കൊണ്ടുവരുവാൻ ഒത്തിരി കാര്യങ്ങൾ ദൈവം നോക്കി. സ്തോത്രം. പ്രവാചകന്മാരെ അയച്ചു, ന്യായപ്രമാണം അയച്ചു, എന്നിട്ടും ഒരു മടങ്ങി വന്നില്ല. ന്യായവിധികൾ അയച്ചു, എന്നിട്ടും മടങ്ങി വന്നില്ല. തന്റെ ജനം നഷ്ടപ്പെട്ടു പോകുന്നത് ഓർത്തപ്പോൾ ദൈവത്തിന് അവർ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം. ദൈവം തീരുമാനമെടുത്തു, ഈ ജനം നഷ്ടപ്പെടരുത്, ഈ ജനത്തെ മടക്കി പിടിക്കണം, ഇവർ പാപത്തിലാണ്ട് പോകരുത്, ഇവർ പാപത്തിൽ മരിക്കരുത്. അങ്ങനെ ദൈവത്തിന്റെ മനസ്സിൽ തോന്നിയ ആ വലിയ ഹല്ലേലൂയ ചിന്തയാണ് തന്റെ പുത്രനായ അല്ലെങ്കിൽ വചനമായിരുന്നവൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, വചനം ജഡമെടുത്ത് ഭൂമിയിലേക്ക് വന്നു. വചനം ജഡമെടുത്ത് ഭൂമിയിലേക്ക് വന്നു. അതാ 2000 വർഷം മുമ്പേ നമ്മൾ കാണുന്നത്. വചനം ജഡമെടുത്ത് മറിയയുടെ ഉദരത്തിൽ ഉരുവായി പരിശുദ്ധാത്മാവിനാൽ അങ്ങനെ ഈ ഭൂമിയിലേക്ക് വന്നു. യേശുക്രിസ്തുവിന്റെ ജനനം അതുല്യമാണ്. എന്താണെന്നറിയാമോ? ഈ ലോകത്തിൽ നമ്മൾ ജനിച്ചതിന് ശേഷം നമുക്ക് പേരിടും, ജനിച്ചതിന് ശേഷം സ്ഥലം നിശ്ചയിക്കും. പക്ഷെ യേശു കർത്താവിന്റെ ജനനം അങ്ങനല്ലായിരുന്നു. യേശു ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് പ്രവാചകന്മാർ പ്രവചിച്ചു, യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അവൻ എവിടെ ജനിക്കും, എവിടെ ശുശ്രൂഷിക്കും, എവിടെ മരിക്കും, പ്രവാചകന്മാർ എഴുതി വെച്ചു. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ യേശുവിന്റെ ജനനം തന്നെ ഒരു ദൈവത്തിന്റെ സ്പർശനം വ്യാപരിക്കുകയായിരുന്നു. ഈ ലോകത്തിലേക്ക് യേശു ഇറങ്ങി വന്നു. 30 വർഷം വീട്ടിൽ. സ്തോത്രം. യേശുവിന്റെ ജനനം മുതൽ അല്ല, അതിന് മുമ്പേ തുടങ്ങി ചോദ്യം. പിശാചിന്റെ തലയെ തകർക്കാൻ ഒരു മനുഷ്യൻ വരുമെന്ന് ദൈവം വിളിച്ചു പറഞ്ഞ സമയം മുതൽ പൈശാചിക മണ്ഡലത്തിന് ഉറക്കമില്ല. അവൻ വിചാരിച്ചു അബ്രഹാം ആയിരിക്കും, മോശയായിരിക്കും, യോശുവായിരിക്കും, നോഹയായിരിക്കും. ഇനി ഇങ്ങനെ പറഞ്ഞു വന്ന് പുതിയ നിയമത്തില് പല കാര്യങ്ങൾ എല്ലായിടത്തും അവന്റെ ചിന്തകളൊക്കെ മാറി പറയുക. ഉദ്ദേശിക്കുന്ന ആളല്ല. പൈശാചിക മണ്ഡലത്തിൽ തെറ്റിയിരിക്കപ്പെടുന്നു. ആര് വന്നാലും പുള്ളിക്ക് ഡൗട്ടാ. ചെറുപ്പത്തിലെ കൊല്ലാൻ ശ്രമിക്കും, ഗർഭത്തിച്ച് കൊല്ലാൻ ശ്രമിക്കും, ജനിച്ചാൽ തന്നെ കൊല്ലാൻ ശ്രമിക്കും. അതെല്ലായിടത്തും നടന്നു. പക്ഷേ യേശുവിന്റെ കാലത്തോട് സംഭവിച്ചു. യേശുവിനെ കൊല്ലുവാൻ കഴിഞ്ഞില്ല. എന്താണെന്നറിയാമോ? ദൈവിക ദൗത്യത്തിനു വേണ്ടി ഭൂമിയിലേക്ക് വന്ന സർവശക്തനായ ദൈവം മനുഷ്യവേഷമെടുത്ത് ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഭൂമിയിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തു 30 വർഷം വീട്ടിൽ മാതാപിതാക്കൾക്ക് കീഴടങ്ങി. വെറും 3.5 വർഷക്കാലം മാത്രമേ തന്റെ പരിശുശ്രൂഷ ചെയ്തുള്ളൂ. 3.5 വർഷക്കാലത്തെ പരിശുശ്രൂഷയ്ക്ക് ശേഷം ദൈവം തന്നിൽ കൂടെ നിവർത്തിക്കപ്പെടുന്ന പ്രായശ്ചിത്ത യാഗം ആ കാൽവരി ക്രൂശിൽ കടന്നു. എന്തിനെന്നറിയാമോ? ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കും, അനേകർ ചോദിക്കുന്നു, യേശു ദൈവമായിരുന്നെങ്കിൽ, യേശു ദൈവമായിരുന്നെങ്കിൽ, യേശു ദൈവത്തിന്റെ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ യേശുവിനെ ആരെങ്കിലും ക്രൂശിക്കുമോ? ഞാനിവിടുത്തെ പ്രസംഗിച്ചപ്പോൾ എന്നോട് ഒരു വ്യക്തി ഇടയ്ക്ക് കയറി പറഞ്ഞു, സുഹൃത്തെ, യേശു രക്ഷിക്കുന്ന കാര്യമൊക്കെ ശരി, ഞങ്ങളെ സംബന്ധിച്ച് രക്ഷകനാണ്. സ്വയം ക്രൂശിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത യേശു എങ്ങനെ എന്നെ രക്ഷിക്കുന്നത്? സ്വയം ക്രൂശിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത, 3 ആണി പറിച്ച് താഴെ വരാൻ കഴിയാത്ത യേശു എങ്ങനെ മാലോകരെ രക്ഷിക്കുന്നെന്നുള്ള ചോദ്യം നിങ്ങൾക്ക് പ്രസക്തമാണ്. സ്തോത്രം. അവിടെ നിന്ന് യഹൂദ പ്രമാണികളും പരീശന്മാരും ന്യായശാസ്ത്രിമാരും ഒക്കെ ആക്രോശിച്ചു, നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ഭൂമിയിൽ ഇറങ്ങി വാ, ക്രൂശിൽ ഇറങ്ങി വാ. യേശു ഇറങ്ങി വന്നില്ല. പ്രൈസ് ലോർഡ്. യേശുവിന് ആളിനെ കൂട്ടാൻ ആഗ്രഹമായിരുന്നെങ്കിൽ അവിടുന്ന് ഇറങ്ങി വന്നാൽ മതിയായിരുന്നു. ഇന്നുണ്ടായിരുന്നതിനേക്കാളും 1000 ഇരട്ടി ആൾക്കാർ യേശുവിന് പിൻഗാമികളുണ്ടായേനെ. യേശു ഇറങ്ങി വന്നില്ല. അവിടെ നടക്കരുത് പ്രായശ്ചിത്ത യാഗം. അതവിടെ നടന്നില്ലായിരുന്നെങ്കിൽ നമുക്കിവിടെ ഇരിക്കാൻ കഴിയത്തില്ലായിരുന്നു. കോടിക്കണക്കിന് ആൾക്കാർക്ക് യേശുവിന്റെ ആ സ്നേഹം അനുഭവിക്കാൻ കഴിയത്തില്ലായിരുന്നു. പാപക്ഷമ അനുഭവിക്കാൻ കഴിയത്തില്ലായിരുന്നു. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആ പ്രായശ്ചിത്ത യാഗം നടന്നതുകൊണ്ട്
സുഹൃത്തെ, എന്റെയും താങ്കളുടെയും പാപത്തിന് പരിഹാരമായി യേശു ക്രിസ്തു ആ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. പാപം ചുമന്നുകൊണ്ടുള്ള ഓട്ടമാ മനുഷ്യൻ. എവിടെല്ലാം പോയി? ഈ പാപത്തിന്റെ ഭാരം ഒന്ന് ഇറക്കി വെക്കാൻ നിങ്ങൾ എവിടെല്ലാം പോയി? എന്നെല്ലാം കാര്യങ്ങൾ ചെയ്തു നോക്കി, എന്നിട്ട് പാപം മാറിയോ? ആ പാപത്തിന്റെ ഭാരം മാറിയോ? മാറത്തല്ല സുഹൃത്തെ. കാൽവറിയിൽ മാത്രമേ ഉള്ളതിന്റെ പരിഹാരം. യേശുവിൽ കൂടെ മാത്രമേ ഉള്ളൂ നിന്റെ പാപത്തിന്റെ പരിഹാരം. സ്തോത്രം. ഈസിയാ. ഒരു പൈസ മുടക്കണ്ട, ഒരു നേർച്ച കാറ്റ് നിങ്ങൾ ഇടണ്ട. നിങ്ങൾ എന്റെ മൈക്കിന്റെ ശബ്ദം കേൾക്കുന്നതോട് ഞാൻ നിങ്ങളോട് പറയുന്നു, പാപത്തിന്റെ ഭാരം വരെ നിങ്ങൾ നടക്കുകയല്ലേ? നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ഒറ്റ വാക്ക്, യേശുവേ ഞാൻ പാപിയാണ്, എന്റെ പാപങ്ങൾ അവിടുന്ന് ക്ഷമിക്കണമേ. അങ്ങെനിക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നത് പറയുന്ന നിമിഷം നിങ്ങളുടെ പാപം എത്ര കൊടും പാപമായിക്കോട്ടെ, അതിനെ ദൈവം നീക്കിക്കളയും, ദൈവം ക്ഷമിക്കും. സ്തോത്രം. പാപത്തിന്റെ പരിണിത ഫലമായി മനുഷ്യൻ തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ രക്ഷപ്പെടാൻ കഴിയുന്നില്ല. നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ കഴിയുന്നില്ല. ഭാര്യയെ തല്ലലെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കലെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. മദ്യപിക്കലെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. എന്താ സുഹൃത്തെ, എവിടെല്ലാം ധ്യാനം കൂടി, ഏതെല്ലാം നേർച്ചകാഴ്ചകൾ ചെയ്തു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ദുഷിച്ച സ്വഭാവത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്തത്? ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ജനുവരി മാസം നിങ്ങൾ തീരുമാനമെടുത്തില്ലേ? ഇല്ല, ഞാനിനി കുടിക്കില്ല, എന്റെ കുഞ്ഞാണ് സത്യം, ഞാൻ കുടിക്കത്തില്ല. ഇനി നിന്റെ തലയെ തൊട്ട് ഞാൻ സത്യം ചെയ്യുക, ഞാനിനി കുടിക്കത്തില്ല എന്ന് നിങ്ങൾ തീരുമാനമെടുത്തില്ലേ? പക്ഷേ 3 ദിവസം പോലും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. എന്താ കാര്യം? സ്തോത്രം. പാപം. വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറഞ്ഞു, നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഇച്ഛിക്കാത്ത തിന്മ എന്നിന്ന് പുറത്തു വരുന്നു. എന്ന് പറഞ്ഞാൽ നല്ലത് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന്, കൊച്ചുങ്ങളെ സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കുടിക്കലെന്ന് ആഗ്രഹമുണ്ട്, ഭാര്യയെ തല്ലണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ആരോ വലിച്ചോണ്ട് പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ പരിഹാരത്തിന് നിങ്ങൾക്ക് ഒരു നേർച്ച കാഴ്ചയൊന്നുമില്ല. ഈ പാപത്തിന്റെ പിടിയിൽ നിങ്ങൾ പുറത്തു വരണം. അവിടെ പൗലോസ് പറയുന്നുണ്ട്, നല്ലത് ചെയ്യിക്കാത്തത് പാപമാണെന്ന്. തിന്മ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് പാപമാണ്. പാപം മാറാൻ എന്ത് ചെയ്യണം? പാപം മാറിപ്പോകാൻ എന്ത് ചെയ്യണം? പാപം മാറിപ്പോകാൻ കുളിച്ചാ പാപം മാറുമോ? ദാനധർമ്മങ്ങൾ ചെയ്താൽ പാപം മാറുമോ? 10 പേർക്ക് വീട് വെച്ചു കൊടുത്താൽ പാപം മാറുമോ? ഇനി ഒരു 50 കൂടെ മെഴുകുതിരി കത്തിച്ചാൽ പാപം മാറുമോ? പ്രിയ സുഹൃത്തെ, പാപം മാറാൻ ഇതൊന്നും പറ്റത്തില്ല. പാപം മാറാൻ യേശു ക്രിസ്തുവിന്റെ രക്തം നിന്റെ സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നു. ആ പുണ്യാക രക്തത്തിനല്ലാതെ നിങ്ങളുടെ പാപത്തെ പോക്കുവാൻ കഴിയില്ല, കഴിയില്ല, കഴിയില്ല. പീഡനമുറങ്ങൾക്കും ജയിലിനകത്തിട്ടിരുന്ന് പീഡിപ്പിച്ചത് കൊണ്ടൊക്കെ പാപം മാറുമായിരുന്നെങ്കിൽ നമ്മുടെ കുറ്റവാളികളായ ആൾക്കാർ ജയിലിൽ നിന്ന് 12 വർഷം കഴിഞ്ഞ് പുറത്തു വരുമ്പോ പാപമില്ലാത്തവരായി പുറത്തു വന്നേമായിരുന്നു. സൈക്കിൾ ഓട്ടിച്ചകത്തു പോകുന്നവൻ തിരിച്ചിറങ്ങി വരുന്നത് കാരണമോഷ്ടാവായിട്ടാണ്. ഒരാളെ കൊന്നിട്ടകത്തു പോകുന്നവൻ 10 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് 10 പേരെ കൊല്ലാനുള്ള ധൈര്യവുമായിട്ടാണ്. അപ്പൊ പോലീസുകാരുടെ പീഡനമുറ കൊണ്ടോ ജയിലിനകത്ത് അടച്ചു പൂട്ടിയിട്ടത് കൊണ്ടൊന്നും പാപം മാറത്തില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ പാപം മാറിയൊരു ചരിത്രം ഞാൻ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജയിലിനകത്ത് പോയി ആരെന്നറിയാമോ? ഞങ്ങളുടെ തിരുവല്ല പട്ടണത്തിൽ കൊലപാതകം ഒരു 10-25 വർഷം മുമ്പ് നടന്നു. കരിക്കംവില്ല കൊലക്കേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും.
അത് ചെയ്തത് റെനി ജോർജ് ആണ്. മദ്രാസിലെ മോൻ, സിനിമയൊക്കെ കണ്ടു കാണും. മദ്രാസിലെ മോൻ സുഹൃത്താണ്. ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. അദ്ദേഹത്തോടെ നേരിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് പല കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം ആ വളർത്തപ്പനെയും വളർത്തമ്മയും കൊന്നിട്ട് പൈസയ്ക്ക് വേണ്ടി മദ്യലഹരിയിലായിരുന്നു അദ്ദേഹം. അവരെ കറിക്കത്തി വെച്ച് കുത്തിക്കൊന്ന് ജയിലിൽ പോയി. ആ ജയിലിനകത്ത് കിടക്കാൻ കഴിയുന്നില്ലായിരുന്നു. നിരാശ കൊണ്ട്, ഡിപ്രഷൻ കൊണ്ട്, മനസ്സമാധാനമില്ല, ഉറങ്ങാൻ കഴിയാത്ത രാത്രികൾ, കുറ്റബോധം കൊണ്ട് കുറ്റബോധം. അങ്ങനെ മുന്നോട്ട് പോയ റെനി ജോർജ് എന്ന് പറഞ്ഞ മാന്യദ്ദേഹം സുവിശേഷകന്മാരിലേക്ക് എത്തിയപ്പോൾ ആദ്യം തള്ളിക്കളഞ്ഞെങ്കിലും പിന്നീട് ആ സുവിശേഷം ഏറ്റെടുത്തു. അദ്ദേഹത്തിന് അന്ന് വരെ അനുഭവിക്കാത്ത സമാധാനം അദ്ദേഹം അനുഭവിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്നത് ഒരു ക്രിമിനൽ ആയിട്ടല്ല, പിന്നെയോ ഒരു സുവിശേഷകനായിട്ട് പുറത്തു വന്നു. അദ്ദേഹത്തെ ആരാ മാറ്റിയത്? സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥന്മാരാണോ അതോ പോലീസുകാരാണോ? നല്ല നടപ്പാണോ? അല്ല സുഹൃത്തെ, ജയിലിനകത്ത് കയറുന്ന സുവിശേഷം, ആ സുവിശേഷം അദ്ദേഹത്തെ സ്വതന്ത്രമാക്കി, പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അങ്ങനാണെങ്കിൽ പ്രിയ സുഹൃത്തെ, ജയിലിനകത്ത് ആയിരക്കണക്കിന് ആൾക്കാർ കിടപ്പുണ്ട്. അവരൊന്നും പുറത്തു വരുമ്പോൾ ഈ നല്ല മനുഷ്യരായിട്ടല്ല വരുന്നത്. പക്ഷെ റെനി ജോർജ്, രാധാകൃഷ്ണൻ പാസ്റ്റർ, മുഹമ്മദ് ചന്ദ്രൻ പാസ്റ്റർ, ഇവരൊക്കെ ജയിൽ പുള്ളികളാൽ അകത്തു പോയവരാ. അവർ പുറത്തു വന്നത് സുവിശേഷകരായിട്ടാ. ആരാ രൂപാന്തരപ്പെടുത്തിയത്? യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. നരഭോജികളെ മനുഷ്യ സ്നേഹികളാക്കി മാറ്റിയ സുവിശേഷം ഇന്നും വ്യാപരിച്ചുകൊണ്ടിരിക്കുക. യേശുവിനെ മരിച്ച് അടക്കപ്പെട്ട് ആ കല്ലറയ്ക്കകത്ത് കയറ്റിയപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും ന്യായാധിപന്മാരും പീലാത്തോസിന്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, ആ പുള്ളി ജീവിച്ചിരിക്കുമ്പോൾ ചില കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ 3-ാം ദിവസം ഉയർക്കൂ നിൽക്കോ പള്ളി പണിയോ എന്നൊക്കെ എന്തോ പറയുന്നത് കേട്ടു. അതുകൊണ്ട് അവനെ തട്ടി കൊന്നു കുരിച്ചു മൂടി. ചിലപ്പോ ഇനി വീണ്ടും എഴുന്നേറ്റങ്ങനെ വന്നാലോ, ഇനി അവരിനി ആൾക്കാരെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് നമുക്ക് പിന്നത്തേതിൽ പിന്നെ ആകപ്പാട് പ്രശ്നമാകും. അതുകൊണ്ട് നമുക്കത് സീൽ ചെയ്യണം, ഉറപ്പാക്കണം, കാവൽ പട്ടാളത്തെ തരണം. പീലാത്തോസ് പറഞ്ഞു, കാവൽ പട്ടാളത്തെ കൊണ്ടുപോയി നിങ്ങൾ ആവോളം ഉറപ്പാക്കിക്കൊള്ളുക. സ്തോത്രം. ഏതു മനുഷ്യന്റെ കല്ലറയുണ്ട് ഇങ്ങനെ കാവൽ പട്ടാളത്തെ നിർത്തി സീൽ ചെയ്തിരിക്കുന്നത്? ഏതു മനുഷ്യന്റെ കല്ലറയുണ്ട്? ലോകരാജ്യങ്ങൾ മുഴുവൻ പല നേതാക്കന്മാരുടെ കല്ലറയുണ്ട്. അവിടൊക്കെ നമുക്ക് പോയി വിസിറ്റ് ചെയ്യാം. ആ മാർബിൾ ഫലകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ജനനവും മരണവും, അദ്ദേഹത്തിന്റെ പേരും കുടുംബവും മഹിമയും എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഒന്നും ഒരു പട്ടാളക്കാരുമില്ലായിരുന്നു. പക്ഷേ യേശുവിനെ മരിച്ച് അടക്കപ്പെട്ട് ആ കല്ലറയ്ക്കകത്ത് കയറ്റിവെച്ചിട്ട് പുറത്ത് പട്ടാളക്കാർ കാവലും റോമൻ ഇമ്പീരിയൽ മുദ്ര പതിച്ചിരിക്കുക. ആരും ഇത് തുറക്കരുത്. ഈ ലോകത്തിലെ ഏത് വലിയ മുദ്ര പതിച്ചാലും ഞാൻ നിങ്ങളോട് പറയാം, സകലത്തിന്റെയും ഉടയവനായ ദൈവത്തിന് ഇതൊന്നും ഒരു വിഷയമല്ല. അത് പൊട്ടിച്ച് പുറത്തു വന്ന് യേശു ക്രിസ്തു സകലർക്കും പ്രത്യക്ഷനായി, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി, അത്ഭുതങ്ങളും അടയാളങ്ങൾ ചെയ്ത് ഈ ലോകത്തിൽ നിന്ന് കരയേറി പോകാൻ പറഞ്ഞു, ഞാൻ വീണ്ടും വരും. സ്തോത്രം. മരണത്തിന് യേശുവിനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. റോമ ഗവൺമെന്റ് യേശുവിനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. റോമ സാമ്രാജ്യം യേശുവിനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. ക്രിസ്തു മാർഗം ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് കച്ചകെട്ടി ഇറങ്ങിയ ആയിരക്കണക്കിന് രാജാക്കന്മാർ ശവക്കുഴിയിലേക്ക് പോയി. പക്ഷേ ഇന്നും ഈ വചനം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇന്നും യേശുവിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ആൾക്കാരെ യേശു കർത്താവ് പുറത്തുകൊണ്ടുവന്നിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്, ഇത് സാധാരണ ഒരു ഇസമല്ല, ഇതൊരു മതമല്ല, പിന്നെയോ ഇത് ശക്തിയാണ്, പെന്തക്കോസ്തിന്റെ ശക്തി. ഇത് പിടിച്ചു കെട്ടുന്നവൻ കെട്ടപ്പെടും. ഇത് പിടിച്ചു കെട്ടുന്നവൻ ഇത് പ്രസംഗിക്കും. ഞാനൊക്കെ ദൈവവചനം പ്രസംഗിക്കത്തിന് തീരുമാനിച്ച ആൾക്കാരാ. ഞങ്ങളുടെ അപ്പന്മാരൊക്കെ പോഷത്വം കാണിച്ച് സുവിശേഷ വേലയിൽ ഇറങ്ങി ഉള്ള സ്വത്തുക്കളും വിറ്റ് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട്
സുവിശേഷ വേലയാ, പട്ടിണിയാന്ന് പറഞ്ഞു എന്നെ കിട്ടത്തില്ല. സ്തോത്രം. ഈ വചനം ജീവകാലത്ത് എടുക്കത്തില്ലെന്ന് തീരുമാനിച്ച വ്യക്തിയാ. പക്ഷെ തമ്പുരാൻ എഴുതി വെച്ചു, ഇവനെ കൊണ്ട് ഞാൻ എഴുതിപ്പിക്കും. സ്തോത്രം. പബ്ലിക് മീറ്റിംഗില് എന്റെ പിതാവ് പാസ്റ്ററായിരുന്നു. അദ്ദേഹം കുന്നദാനം എന്ന സ്ഥലത്ത് ഒരു പബ്ലിക് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 10-35 വർഷം മുമ്പുള്ള കാര്യമായി പറഞ്ഞു. പരസ്യയോഗം ഞായറാഴ്ച ഉച്ചയ്ക്ക് പരസ്യ സുവിശേഷ മീറ്റിംഗ് നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ഇന്നത്തെ പോലെ ഇങ്ങനത്തെ സൗണ്ട് സിസ്റ്റങ്ങളൊന്നുമില്ല. സൈക്കിളിന് മുന്നിൽ ഹോൺ കെട്ടിയിട്ട് ബാറ്ററിയും വെച്ചുകൊണ്ട് പോകും. എല്ലാവരും വെള്ളവസ്ത്രധാരിയായി നടന്ന് ഡ്രമ്മും കൊട്ടി പോകും. വഴി കൂടെ ആൾക്കാർ കൂക്ക് വിളിക്കും. കൂവാൻ വയ്യ, ഇങ്ങനെ നല്ലപോലെ കൂവായിരുന്നവർ. പെന്തക്കോസ്തിൽ ചേരണം, കപ്പയും മത്തിയും തിന്നണമെന്നൊക്കെ പാട്ടുമൊക്കെ പാടി കളിയാക്കുമായിരുന്നു. അങ്ങനെ പോയി കുന്നന്താനം NSS സ്കൂളിനടുത്താണ് ഈ പരിശോധന നടക്കുന്നത്. ഞാൻ അന്ന് പഠിക്കുന്ന ആ സ്കൂളിലാണ്. ഞാൻ ആ സ്കൂളിൽ ഉപദേശിയുടെ മോനാന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇച്ചിരി ഗെറ്റപ്പ് ഇരുന്നോട്ടെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, മർത്തോമാരെ അച്ഛന്റെ മോനാന്ന് പറഞ്ഞു. സ്തോത്രം. ഇന്ന് പാസ്റ്റർമാർക്കൊക്കെ ഇത്തിരി വിലയൊക്കെ ഉണ്ടല്ലോ. അന്ന് ഉപദേശി എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അതുകൊണ്ട് മർത്തോമേലെ അച്ഛന്റെ മോനാണെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ എല്ലാവർക്കും വലിയൊരു ബഹുമാനം എന്നോടുണ്ടായിരുന്നു. അച്ഛന്റെ മോനല്ലേ. ദൈവമക്കളെ, ഞാൻ ആ മീറ്റിങ്ങിന് പോകാതിരിക്കാൻ ഒത്തിരി ശ്രമിച്ചു, നടന്നില്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഓർത്തോണം. ഞാനവിടെ പോയി ഒരു തൂണിന് മറഞ്ഞു നിന്നു. പപ്പായൊക്കെ അവിടെ നിന്ന് പ്രസംഗിക്കുന്നു, ആൾക്കാരൊക്കെ കൈകൊട്ടി പാട്ട് പാടുന്നു. ഞാൻ തൂണിന് മറഞ്ഞത് പ്രാർത്ഥിക്കുക, എന്റെ യേശുവേ. ഞാൻ സാധാരണ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളല്ല. അന്ന് പ്രാർത്ഥിക്കുക, യേശുവേ എന്റെ കൂട്ടുകാരും എന്നെ കാണല്ലേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ എന്തോ ആണെങ്കിലും ആ പ്രാർത്ഥന ദൈവം കേട്ടില്ല. 3 പേര് കൂട്ടുകാർ എന്നെ ഞോണ്ടി വിളിച്ചു, ഇവിടെ സാമുവേലേ, നീ ഇവരുടെ കൂടെ ആണോടാ? ഒന്നും മിണ്ടിയില്ല, വന്നില്ല. അവരങ്ങ് പോയി. തിങ്കളാഴ്ച രാവിലെ കമ്മ്യൂണിസ്റ്റ് കാർഡ് കൊണ്ട് മാല ഉണ്ടാക്കി എനിക്കിട്ടു. ചെണ്ട കൊട്ടി, പാട്ടയില്ല, പാട്ട കൊട്ടി പെന്തക്കോസ്തി ചേരേണ്ടാം, കപ്പയും മത്തിയും തിന്നണം എന്നുള്ള പാട്ടും പാടി എന്നെ ആനയിച്ചു സ്കൂളിലേക്ക്. ക്ലാസ്സിൽ കൊണ്ടുപോയി, നിങ്ങൾക്കറിയാം കമ്പൈൻ ക്ലാസ് അന്നത്തെ കാലത്ത്, അവിടെ കൊണ്ട് തന്നെ തൊലി ഉരിഞ്ഞു. ഓരോ പീരീഡ് ടീച്ചേഴ്സ് വരുമ്പോ പറയും, ടീച്ചറേ സാമുവേല് അച്ഛന്റെ മോനല്ല, ഉപദേശിയുടെ മോനാ. 7 പീരീഡും ടീച്ചർമാരോട് പറഞ്ഞത്. അന്ന് ഞാൻ എന്നെ തന്നെ ചിന്തിച്ചു, എന്റെ ദൈവമേ, ഞാനങ്ങ് ചത്തുപോയിരുന്നെങ്കിൽ എന്തിനാണ് എന്നെ ഇങ്ങനെ ജീവനോട് വെച്ചിരിക്കുന്നത്, ഇതിനേക്കാൾ തന്നെ മരിക്കുന്നതാണെന്നൊക്കെ ചിന്തിച്ചു. അതേപോലെ ലജ്ജിച്ചു പോയൊരു ദിവസമാണ്. പക്ഷെ അന്ന് തമ്പുരാൻ ഒരു കാര്യം എഴുതി വെച്ചു. എന്നറിയാമോ? ഒരു പരസ്യയോഗത്തിന് നീ പാത്തു നിന്നെങ്കിൽ ഞാൻ നിന്നെ കൊണ്ട് പരസ്യങ്ങളുടെ പരമ്പര പ്രസംഗിപ്പിക്കും. 2500-ൽ പരം പരസ്യങ്ങളിൽ പ്രസംഗിക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമാണോ? കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഓരോ തെരിക്കോണിൽ നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ഒരു ലജ്ജയില്ലാതെ യേശു ക്രിസ്തു സർവശക്തനായ ദൈവമാ, എന്നെ വിടിവെച്ച യേശുവിനെ എനിക്ക് പ്രസംഗിക്കുന്നതിന് മടിയില്ല. ഹല്ലേലൂയ. ഈ യേശു കർത്താവ് ജീവിക്കുന്ന ദൈവമാ. മരിച്ചടക്കപ്പെട്ട് നല്ല വലിയൊരു ഫോട്ടോയും വീടിനകത്ത് വെച്ച് അതിന്റെ മുന്നിൽ കൈ ഊപ്പുന്നവരല്ല നമ്മൾ. പിന്നെ പലസ്തീനിൽ കല്ലറയുണ്ട്, ലോകത്ത് പല സ്ഥലത്തും കല്ലറയുണ്ട്. നിങ്ങൾ ചെന്ന് നോക്കിയാൽ ആ കല്ലറ അടഞ്ഞു കിടക്കുകയാണ്. ആ കല്ലറമുള്ളിൽ എഴുത്തുണ്ട്. പക്ഷേ ഈ പലസ്തീനിലെ കല്ലറ ചെന്ന് നോക്കിയാൽ ആ കല്ലറ തുറന്നു കിടക്കുകയാണ്. അതിന്റെ പുറത്തല്ല എഴുത്ത്, അതിന്റെ അകത്തെഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല. യേശു ക്രിസ്തു പുനരുത്ഥാനം പ്രാപിച്ച് ഈ ലോകത്തിൽ നിന്ന് കരയേറിപ്പോയി. എന്തിനെന്നറിയാമോ? വീണ്ടും വരാമെന്നുള്ള വാഗ്ദത്തം തന്നു. ആർക്കു വേണ്ടി? ഭൂതങ്ങളെ പുറത്താക്കുന്നവർക്ക് വേണ്ടിയോ? അല്ല. രോഗികളെ സൗഖ്യമാക്കുന്നവർക്ക് വേണ്ടിയോ? അല്ല. ഈ ലോകത്തിൽ കുറെ കാശുണ്ടാക്കുന്നവർക്ക് അല്ല. യേശുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ച് വിശുദ്ധ ജീവിതം ചെയ്ത് ദൈവത്തോട് ഭക്തിയിരിക്കുന്നതിനെ സ്വീകരിക്കാൻ ദൈവം വീണ്ടും വരും. ആ വരവ് കർത്താവ് രോഗികളെ സൗഖ്യമാക്കാനല്ല, ആ വരവ് ഭൂതങ്ങളെ പുറത്താക്കാനല്ല, മരിച്ചവരെ ഉയർപ്പിക്കാനല്ല, പിന്നെയോ കൊയ്തെടുക്കാൻ
കറ്റ കൊയ്തെടുക്കുന്നത് പോലെ, വിളവെന്ന് നിൽക്കുന്ന കറ്റ കൊയ്തെടുക്കുന്നത് പോലെ തന്റെ ജനത്തെ ചേർത്താൽ യേശുക്രിസ്തു വീണ്ടും വരും. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, 3 ആണി പറിച്ചു കാണാൻ വരാത്ത യേശു എങ്ങനാ എന്നെ രക്ഷിക്കുന്നത് ചോദിച്ച സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, സുഹൃത്തെ, 3 ആണി പറിച്ചു വരാൻ എന്തിനെന്നറിയാമോ? എന്റെയും തന്റെയും പാപം വഹിക്കാനാ. അവിടെ വഹിച്ചോണ്ട് നിൽക്കുക. എന്റെയും തന്റെയും പാപം ഏറ്റെടുത്ത് ആ ക്രൂശിൽ നിൽക്കുമ്പോൾ ഇറങ്ങി വരാൻ പറ്റത്തില്ല. 3 അല്ല 3000 കോടി ആണി അടിച്ചാൽ പോലും യേശുവിന് ഇറങ്ങി വരാൻ കഴിയും. യേശു കടലിന്മേൽ നടക്കുന്നവനാ, അണ്ടകടാങ്ങളെ സൃഷ്ടിച്ചവനാ, സകലത്തിന്റെ ഉടയനാ. യേശു ക്രിസ്തുവിന് ഈ ലോകത്തിൽ എന്ത് ചെയ്യണമെങ്കിലും അധികാരമുണ്ട്. പീലാത്തോസോട് പറയുക, പീലാത്തോസ് പറഞ്ഞു, നിനക്ക് അറിയാമോ ഞാൻ ആരാന്ന്? നിന്നെ ക്രൂശിക്കാൻ അധികാരമുള്ളവനാ ഞാൻ. യേശു പറഞ്ഞ വാക്ക് കേട്ടോണം, മുകളിൽ നിന്ന് അനുമതി ലഭിക്കാതെ നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ നിത്യജീവനില്ല. 3 ചോദ്യങ്ങൾ ആ വാക്യത്തിലുള്ളത്. 3 ചോദ്യങ്ങൾ. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി. ഇന്ന് ലോകം തേടുന്ന 3 ക്വസ്റ്റ്യന് കർത്താവ് ആൻസർ ചെയ്തിരിക്കുകയാണ്. അവിടെ ലോകം തേടുന്ന 1-ാമത്തെ ക്വസ്റ്റ്യൻ എന്നറിയാമോ? മോക്ഷം പ്രാപിക്കാനുള്ള വഴി ഏതാണ്? ലോകം തേടുന്ന 1-ാമത്തെ ക്വസ്റ്റ്യൻ, മോക്ഷം പ്രാപിക്കാനുള്ള വഴി. ഓടുകയല്ലേ, ഓടിയിട്ട് കാര്യമില്ല. യേശു പറഞ്ഞു, ഞാൻ വഴി, ഞാനാണ് വഴി, എന്നിൽ കൂടെ അല്ലാതെ നിങ്ങൾക്ക് പോകാൻ കഴിയത്തില്ല. 2-ാമത്തെ മനുഷ്യന്റെ അന്വേഷണമാണ് സത്യം അന്വേഷിച്ചോടുക. ഏതാണ് സത്യം? ഒത്തിരി വേദങ്ങളുണ്ട്. ഏതാണ് സത്യവചനം? എന്താണ് ട്രൂത്ത്? ഇത് നോക്കി മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെ പണ്ട് നടന്നൊരു സാമ്യ നിങ്ങൾക്ക് അറിയാമല്ലോ. ആരാന്നറിയാമോ? സാധു സുന്ദർ സിംഗ്. സത്യാന്വേഷിയായിട്ട് അദ്ദേഹം നടന്ന്, സത്യം അന്വേഷിച്ച് നടന്ന് അവസാനം അദ്ദേഹം എവിടെ എത്തിയെന്നറിയാമോ? യേശുവിന്റെ അടുക്കെത്തി. 3-ാമത് മനുഷ്യൻ അന്വേഷിക്കുന്നു ജീവൻ. ഏത് ജീവൻ? ജീവനുള്ളതല്ലേ ഇവിടെ ഇരിക്കുന്നത്? ജീവനുള്ളതുകൊണ്ടല്ലേ നമ്മൾ ഇരിക്കുന്നത് ഇവിടെ? ജീവനുള്ളതുകൊണ്ടല്ലേ നമ്മൾ ജോലി ചെയ്യാൻ പോകുന്നത്? ജീവനുള്ളതുകൊണ്ടല്ലേ നമ്മൾ വീട് പണിയുന്നത്? ജീവനുള്ളതല്ലേ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്? ആ ജീവനല്ല 3-ാമത് മനുഷ്യൻ ആഗ്രഹിക്കുന്ന ജീവൻ എന്ന് പറയുന്നത്. മരണത്തിനപ്പുറത്തൊരു ജീവൻ ഉണ്ടോ? മരണത്തിനപ്പുറത്തൊരു ജീവനുണ്ടോ? അവ യേശു കർത്താവ് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരണം കൊണ്ട് സകലതും അവസാനിക്കുന്നുവെന്ന് ലോകം പഠിപ്പിക്കുന്നു, രാഷ്ട്രീയം പഠിപ്പിക്കുന്നു, മതങ്ങൾ പഠിപ്പിക്കുന്നു. എന്നാൽ യേശു കർത്താവ് പറയുന്നില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ 3 ക്വസ്റ്റ്യൻ തപ്പിയാ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ വാക്കിൽ യേശു തന്നിലേക്ക് വില ചൂണ്ടി പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് ജീവൻ. സ്തോത്രം. ഈ വഴിയും സത്യവും ഒക്കെ ഞങ്ങൾ സമ്മതിച്ചു. മരിച്ചതിന് ശേഷം എന്തിനും ഉണ്ടോ? അതോടൊന്ന് പറഞ്ഞതാണ്. മരിച്ചതിന് ശേഷം ജീവിതമുണ്ടോ? ആരെങ്കിലും പോയിട്ട് വന്നവരുണ്ടോ? പാസ്റ്റർ പോയിട്ട് വന്ന ആളാണോ? അതൊക്കെ എങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നത്? സ്തോത്രം. മരിച്ചതിന് ശേഷം ഒരു ജീവനുണ്ടോ? ഒരു ജീവിതമുണ്ടോ? നിങ്ങൾ ഏതു മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിലും ഞാൻ നിങ്ങളോട് വളരെ ബഹുമാനത്തോട് പറയട്ടെ, നിങ്ങളുടെ മതത്തെയും നിങ്ങളെ ഞാൻ റെസ്പെക്ട് ചെയ്യണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും മരിച്ചാൽ അവരെ കൊണ്ടുവന്ന് നിങ്ങൾ ശവമടക്കി അല്ലെങ്കിൽ ശവം ദഹിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്ക് വേണ്ടിയുള്ള മരണാനന്തര ക്രിയകൾ എന്തിനാ ചെയ്യുന്നത്? മരണം കൊണ്ട് സകലതും അവസാനിച്ചു.
മരണത്തിനപ്പുറത്തൊരു ജീവിതമില്ല എന്ന് താങ്കൾ പറയുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തിന് തങ്ങളുടെ അച്ഛൻ മരിച്ചപ്പോൾ, അമ്മ മരിച്ചപ്പോൾ, സഹോദരൻ മരിച്ചപ്പോൾ, അവർ മരിച്ചതിനു ശേഷം ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി കർമ്മങ്ങളും ക്രിയകളും ചെയ്തില്ലേ? അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ അറിഞ്ഞോ അറിയാതെ വിശ്വസിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ പറയുന്നു, എന്റെ അച്ഛൻ പോയി, ദഹിച്ചു, മണ്ണോട് മണ്ണായി. പക്ഷെ അച്ഛന്റെ ആത്മാവ് പോകത്തില്ല. അച്ഛന്റെ ആത്മാവ് നശിക്കത്തില്ല, അമ്മയുടെ ആത്മാവ് നശിക്കത്തില്ല. അതിന് നിത്യശാന്തി വേണം. അതുകൊണ്ടാണ് ഈ കർമ്മവും ക്രിയയും ചെയ്യുന്നത്. ഞങ്ങൾ പറയുന്ന ഇതേ കാര്യമാണ് പറയുന്നത്. ഇത്രയുള്ളൂ പറയുന്നത്. ഈ ലോകത്തിൽ നമ്മുടെ ശരീരം തീരും, ദേഹം ഇവിടെ അവസാനിക്കും. പക്ഷേ ദേഹിയും ആത്മാവും ദൈവത്തിന്റെ അടുക്കലെത്തും. ഇത് തന്നെ ഞങ്ങൾ പറയുന്നു. ഈ രോഗമുള്ള ശരീരം ഇവിടെ അവസാനിക്കും. എന്റെ കാലിലെ ടൈറ്റാനിയം പ്ലേറ്റും 28 സ്ക്രൂവും ഇവിടെ അവസാനിക്കും. ക്യാൻസർ ഇവിടെ അവസാനിക്കും. കണ്ണിന് കാഴ്ചയില്ലാത്ത അച്ചാൻ ഇരിപ്പുണ്ട്, പോയോ? കൊണ്ടിരിക്കുന്നു. അച്ഛാൻ ഇവിടെ കാഴ്ചയില്ല, അവിടെ കാഴ്ചയുണ്ട്. ഇവിടെ കാല് വയ്യാത്ത ആളാ, പക്ഷെ അവിടെ കാലാവും. എന്ന് പറഞ്ഞാൽ ഈ ശരീരം, ദ്രവത്വമുള്ള ശരീരം ഇവിടെ അവസാനിക്കും. പക്ഷേ നമ്മുടെ ആത്മാവും ദേഹിയും നമ്മുടെ കർത്താവിന്റെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലണം. അതാരുടെയാണെങ്കിലും മടങ്ങിച്ചെല്ലണം. ഞാൻ വരുത്തില്ല. ആര് പറഞ്ഞു? സൃഷ്ടാവിന്റെ അടുക്കൽ ന്യായാസനത്തിന്റെ മുമ്പിൽ സകലരും നിൽക്കണം. ഇന്ന് ചെയ്യാത്തൊരു കാര്യം നിങ്ങൾ അന്ന് ചെയ്യും. എന്നറിയാമോ? പിന്നെ ഞങ്ങൾ സ്തുതിക്കും, ഞങ്ങൾ അങ്ങനെ സ്തുതിക്കത്തില്ല എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ സ്തുതിക്കുന്നൊരു സമയമുണ്ട്. ഈ ന്യായാസനത്തിന്റെ മുമ്പിൽ വന്ന് സകല നാവും പറയും, യേശു മാത്രം കർത്താവ്. അവിടെ പോയി പറയുന്നതിനേക്കാളും മുമ്പ് ഇവിടെ പറയുന്നതല്ലേ നല്ലത്? സ്തോത്രം, ഹല്ലേലൂയ. ഞാന് ഓരോ ദിവസവും ഞങ്ങളുടെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പുസ്തകത്തിലെ പശു പുല്ല് തിന്നത്തിനെ ചൊല്ലില്ലേ? നമ്മളെ ഈ ആൾക്കാർ ഈ പുസ്തകത്തിലെ പശുവിനെ കൊണ്ട് നടക്കുക, അത് പുല്ല് തിന്നത്തില്ല. നീ വിശ്വാസത്തോടെ പറഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നീ വിശ്വാസത്തോടെ പ്രഖ്യാപിച്ചാൽ നിന്റെ വീട്ടിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നീ ദൈവത്തോട് നിലവിളിച്ച് കരഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ വീട്ടിൽ ഇറങ്ങി വരും. സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കർത്താവിന്റെ ദാസന്റെ ഭാര്യ, നല്ല ഉദ്യോഗമായിരുന്നു, രണ്ടുപേരും ജോലി രാജിവെച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നതിന് ശേഷം സുവിശേഷ വേലയ്ക്ക് വേണ്ടി സ്റ്റെപ്പ് വെച്ചപ്പോൾ ആ സഹോദരിയെ പൈശാചിക മണ്ഡലം അറ്റാക്കിയിരുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം, നിങ്ങൾക്ക് കണ്ടുകൊണ്ട് കാണുന്ന ഭരണകർത്താക്കന്മാരുണ്ട്. ഈ ദേശത്ത് MLA ഉണ്ട്, MP ഉണ്ട്, പഞ്ചായത്ത് മെമ്പറുണ്ട്, എല്ലാവരും ഉണ്ട്. കണ്ണുകൊണ്ട് കാണുന്നവരാണ്. പക്ഷെ കണ്ണുകൊണ്ട് കാണാത്ത ചില ആൾക്കാരുണ്ട്. അത് നിങ്ങൾക്കറിയാമോ? ഒരു ദേശത്തെ ഭരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ. അത് ആത്മാവിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഈ സഹോദരിയും ഈ കർത്താവിന്റെ ദാസനും അവർ സുവിശേഷ സ്റ്റെപ്പ് വെച്ച സമയം തന്നെ ദേശത്തിന്റെ ശക്തി അറ്റാക്ക് ചെയ്തു. ആ സഹോദരി കോമ സ്റ്റേജിലേക്ക് പോയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നടക്കും, ചിരിക്കത്തില്ല, കരയത്തില്ല, സംസാരിക്കത്തില്ല, ഒരു വകയും ചെയ്യാൻ കഴിയത്തില്ല. ഇങ്ങനെ ഇരിക്കും, കണ്ണും മിഴിച്ചിരിക്കും. ഞങ്ങളുടെ വീട്ടിൽ ആ സഹോദരിയും കൊണ്ട് വന്നപ്പോൾ ആ കർത്താവിന്റെ ദാസൻ എന്നോട് പറഞ്ഞു, സാംബാസ്ത്രേ, പോകാത്ത സ്ഥലമില്ല, പോകാത്ത ഹോസ്പിറ്റലില്ല, ഇഷ്ടംപോലെ മരുന്നാ കഴിക്കുന്നത്, ഒരു രക്ഷയുമില്ല. അടുത്ത വാക്ക് കേട്ടോളം, 12 പാസ്റ്റർമാര് പ്രാർത്ഥിച്ചു. ഞാനപ്പോ എന്റെ കർത്താവെ 13ാമത്തെ പാസ്റ്റർ പേര് പറയാൻ അവിടെ കൊണ്ടുവന്നിരിക്കുകയാണോ? എന്തോ അപ്പ ഇത്, എന്തിനാ അപ്പച്ച ഇങ്ങോട്ട് കൊണ്ടുവന്ന്? എനിക്കാകപ്പോടെ അവിശ്വാസം വ്യാപരിക്കാൻ തുടങ്ങി. 12 പാസ്റ്റർമാര് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു. പിന്നെ എന്തോ പേര് ചിന്തിക്കുന്നുണ്ട്.
ഞാൻ കർത്താവിനോട് പുറവുറുക്കുന്ന പോലെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവിന് പറഞ്ഞു, നീ എന്തിനാ പുറവുറുക്കുന്നേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, നിന്റെ മൊബൈലിൽ ഒരു കോൾ വന്നാൽ, നിന്റെ വീട്ടിൽ ഒരാൾ വന്നാൽ, നിന്റെ മുന്നിൽ ഒരാൾ വന്നാൽ ഞാൻ തൊടുമെന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാ നീ പുറവുറുക്കുന്നത്? ദൈവമക്കളെ, ഞാനും എന്റെ ഭാര്യയെ കൈപിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സഹോദരിക്ക് വേണ്ടി, കർത്താൻ ദാസിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, തിരിച്ചു മടങ്ങിപ്പോയിക്കോ, നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് സൗഖ്യം വ്യാപരിക്കാൻ തുടങ്ങും. ഈ കാറിൽ കയറിയ സമയം മുതൽ ഞാൻ പറയുന്ന വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം, എന്റെ മേൽ, എന്റെ കുടുംബത്തിന്മേൽ അധികാരം യേശു ക്രിസ്തുവിന് മാത്രം. എന്റെ മേൽ, എന്റെ കുടുംബത്തിന്മേൽ മുഴുവൻ അധികാരവും അവകാശവും യേശു ക്രിസ്തുവിന് മാത്രം. ആമേൻ, സ്തോത്രം. ഇത് മാത്രമേ പറയാവൂ, വേറൊന്നും പറയരുത്. അവരിത് പറയാൻ തുടങ്ങി. പ്രിയ ദൈവമക്കളെ, വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ ചിരിക്കാൻ തുടങ്ങിയ സഹോദരി, ഉറങ്ങാത്ത സഹോദരി, ഉറക്കഗുളിക കഴിച്ചപ്പോൾ ഉറങ്ങാത്ത സഹോദരി അന്ന് രാത്രി ഉറങ്ങാൻ തുടങ്ങി. മെനഞ്ഞാന്ന് പോയി ഞാനും എന്റെ വൈഫൂടെ, ഇന്നലെ വൈകിട്ട് പോയി ഞാനും എന്റെ വൈഫൂടെ ആ വീട്ടിൽ ചെന്ന് ആ സഹോദരിയെ കണ്ടു. ഓടി വന്ന് ഡോറ് തുറന്നു, പ്രൈസലോട് പറഞ്ഞ് പിടിച്ചകത്തിരുത്തി, ചായ ഇട്ടോണ്ട് വന്നു, ഏത്തക്കാപ്പം പൊരിച്ചോണ്ട് വന്നു. ലോകം വിധി എഴുതി, ഇല്ല കഴിഞ്ഞു. യേശു പറയുന്നു, ഇല്ല കഴിഞ്ഞിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങൾ, ഈ വാർമ്മയെ വിളിച്ചു പറയുക, ഇങ്ങനെ ചില ഡോക്ടർമാര് ഭയപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റുമായി നിങ്ങൾ ഇരിക്കുകയാണോ? നിങ്ങൾ പറയുന്ന ശബ്ദങ്ങൾ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ ഭയത്തിനടിമയാണോ? മരണഭീതി നിങ്ങൾക്കുണ്ടോ? ഇന്ന് രാത്രി കർത്താവ് നിങ്ങളെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവുള്ള സ്ഥലമായത്. സ്തോത്രം. ഇവിടെ മാത്രമല്ല കേട്ടോ, ഞങ്ങളെ കേൾക്കുന്ന, ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഓരോ വീടിലേക്ക് ദൈവസാന്നിധ്യം വ്യാപരിക്കുക. ഈ സമയത്ത് ദൈവസാന്നിധ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. രോഗബന്ധങ്ങൾ അഴിഞ്ഞു മാറുക. നിങ്ങളുടെ ശാപത്തിന്റെ കെട്ടുകൾ മാറിക്കൊണ്ടിരിക്കുക. നിങ്ങളെ അലട്ടുന്ന പൈശാചികമണ്ഡലങ്ങൾ അഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഈ ദേശത്തേക്ക് വ്യാപരിക്കുന്നു, കുടുംബങ്ങളെ വ്യാപരിക്കുന്നു. Praise God. Hallelujah. Praise God. എഴുന്നേൽപ്പിച്ച് നടത്തിയ ദൈവം വെല്ലോരെയല്ല, എന്റെ കാലിന്റെ അകത്ത് ഇപ്പോഴും ഉണ്ട് ടൈറ്റാനിയം പ്ലേറ്റും ആ 28 സ്ക്രൂ. നിങ്ങൾ ഇരിക്കുന്ന പോലെ മുട്ടൽ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്റെ മുട്ട് മടങ്ങത്തില്ല, ആ സംഭവം അകത്തുള്ളതുകൊണ്ട്. പക്ഷെ നടക്കുന്നതിനും സ്റ്റെപ്പ് കയറുന്നതിനോ ഒന്നും ഒരു കുഴപ്പമില്ല. കർത്താവ് ഓടിച്ചോണ്ടിരിക്കുക. ആ യേശു ഇന്ന് രാത്രി ഇവിടെ. എല്ലാവരും ഇന്ന് കണ്ണടച്ച്, ആരും എഴുന്നിട്ട് പോകല്ല, യോഗം തീരുകയല്ല. ദൈവം ചില തൊടാൻ ആഗ്രഹിക്കുക. എല്ലാവരും കണ്ണടക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ചില കർത്താവ് തൊടുകയാണ്. ഈ യോഗത്തിന് ശേഷം രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി. ഈ ശക്തിയുടെ പ്രത്യേകത വിശ്വസിക്കുന്നവരുടെ മേൽ മാത്രമേ വ്യാപരിക്കത്തുള്ളൂ. യെസ്, മനസ്സിലായോ? യേശു കർത്താവിന്റെ മുന്നിൽ വന്നിട്ട് കണ്ണ് കാണാത്ത ഒരു മനുഷ്യൻ വന്നിട്ട്, റബൂനി, ദാവീദുപുത്ര, കണ്ണ് കാണാതെ തപ്പി അവളെ കൊണ്ട് മുന്നിൽ നിർത്തിയപ്പോൾ യേശു ചോദിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ആ ചോദ്യത്തിന്റെ ആവശ്യമുണ്ടോ അവിടെ? അവന് കണ്ണ് കാണത്തില്ലെന്ന് യേശുവിന് അറിയത്തില്ലേ? അല്ല, ഇനി കണ്ണ് കാണാത്ത അസുഖമല്ല, രഹസ്യമായ അസുഖമാണെങ്കിൽ തന്നെ, രോഗമാണെങ്കിൽ തന്നെ സർവശക്തനായ ദൈവത്തിന് മനസ്സിലാകത്തില്ലേ? അങ്ങനെ ചോദ്യത്തിന്റെ ആവശ്യമുണ്ടോ? ആ ചോദ്യം എന്താണെന്നറിയാമോ? വിശ്വാസത്തിന്റെ ആഴം. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. എന്ത് വിശ്വസിക്കണം? എന്താ വിശ്വസിക്കുന്നത്? ഞങ്ങൾ കുറച്ചു നാളായിട്ട് വിശ്വസിച്ചുകൊണ്ടിരിക്കുക. എന്താ വിശ്വസിക്കുന്നത് അറിയാമോ? നിങ്ങൾ ഇപ്പോൾ കാണുന്നതിനെ അവിശ്വസിക്കണം. ഇപ്പൊ കാണുന്ന എന്തും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിതത്തിൽ പട്ടിണി ആയിക്കോട്ടെ, കുഞ്ഞുങ്ങൾ പ്രശ്നത്തിനായിക്കോട്ടെ, ഭർത്താവ് വല്ലാത്തൊരവസ്ഥയില, ഭാര്യ രോഗിയാണ്, എന്തുമായിക്കോട്ടെ, അത് നിങ്ങൾ തള്ളി മാറ്റിയിട്ട് പറ, ഞങ്ങൾ യേശുവിന്റെ വകയാണ്. എന്റെ മേൽ മുഴുവൻ അധികാരവും അവകാശവും യേശുവിന് മാത്രം. എന്റെ ഭാര്യ എഴുന്നേറ്റ് നടക്കും, എന്റെ കുഞ്ഞ് മടങ്ങി വരും, എന്റെ മോൻ സൗഖ്യമാകും എന്ന് നിങ്ങൾ വിശ്വാസത്തോടെ പറയാൻ തുടങ്ങുമ്പോൾ ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ തുടങ്ങും. യേശുവിന്റെ നാമത്തിൽ
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഈ യേശു ക്രിസ്തുവിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഹല്ലേലൂയ നെഞ്ചത്തോട് കൈവച്ചോ. ആര് കണ്ണു തുറന്ന് നോക്കണ്ട, ആര് കണ്ണു തുറക്കണ്ട. ദൈവസ്ഥാനത്തെ വ്യാപരിക്കും കേട്ടോ. നിങ്ങൾ കണ്ണു തുറക്കണ്ട. നിങ്ങൾ വിശ്വാസം കർത്താവ് എന്നെ ഒന്ന് തുറയെന്ന് പറഞ്ഞാട്ട്, എന്നെ ഒന്ന് സ്പർശിക്കണമെന്ന് പറഞ്ഞാട്ട് ദൈവത്തിന്റെ സ്പർശം നിങ്ങൾ ഏൽക്കാൻ പോവുകയാണ്. എല്ലാവരും വിശ്വാസത്തോടെ വിശ്വസിക്കുന്നവരെ മാത്രമേ വ്യാപരിക്കത്തുള്ളൂ. വീണ്ടും ഞാൻ പറയുന്നു, എനിക്ക് പ്രത്യേകിച്ച് ശക്തിയൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാക്കുക. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇരുട്ടിന്റെ ശക്തികൾ മാറിപ്പോകുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കുക. യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കുക. യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. നിങ്ങളുടെ ഭവനത്തിനകത്ത് വ്യാപരിക്കുക. ദൈവാത്മാവിനെ എടുത്തു കാണിക്കുന്നു. ഞാൻ വ്യക്തികളെ ഞാൻ വിരൽ ചൂണ്ടുന്നില്ല. ഞാൻ പറയുകയാണ്, കുടുംബത്തിനകത്ത് കയറുമ്പോൾ, ഇവിടെ ഇരിക്കുമ്പോൾ കുഴപ്പമില്ല, വീടിനകത്തോട്ട് കയറുമ്പോൾ വല്ലാത്തൊരു പിരിമുറുക്കം, ഒരു സമാധാനമില്ലായ്മ, മരിച്ചാ മതി എന്നുള്ള ചിന്ത. ദൈവാത്മാവ് നിന്നെ പുറത്തുകൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, പുറത്തുകൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞു, യേശുവേ എന്റെ കുടുംബത്തിനകത്തോട് ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ. യേശുവേ എന്റെ കുടുംബത്തിന് ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ. യേശുവേ എന്നെ ഒന്ന് തുറയപ്പാ, എന്റെ ഹൃദയത്തെ ഒന്ന് സ്പർശിക്കണമേ. എന്റെ തലച്ചോറിന്റെ ഭയം മാറിപ്പോകട്ടെ, എന്റെ മരണഭയം മാറിപ്പോകട്ടെ, ആത്മഹത്യ ചിന്ത മാറിപ്പോകട്ടെ, രോഗബന്ധനങ്ങൾ അഴിയട്ടെ. അനേക ഡോക്ടർമാർ മാറി മാറി നോക്കിയിട്ടു രോഗം മാറുന്നില്ല. അത് രോഗബന്ധനമാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത് മാറിപ്പോകുന്നു. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായവനും സകലത്തിന്റെ ഉടയവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ജനത്തെ തൊടുന്നതിനായി സ്തോത്രം. രോഗികൾ സൗഖ്യമാകട്ടെ, ബന്ധനങ്ങൾ ജനം പുറത്തു വരട്ടെ, ഇവിടെ കുടുംബത്തിനകത്ത് ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ജീവിതം അവസാനിപ്പിക്കണം എന്ന് തീരുമാനിച്ചിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളെ ദൈവാത്മാവ് ഇന്ന് രാത്രി തൊടുകയാണ്. ഉണ്ടായിരിക്കുന്ന സഹോദരിയോട് ദൈവത്തിന്റെ ആത്മ പറയുന്നുണ്ട്, സഹോദരി ഇങ്ങോട്ട് നിൽക്കേ. ദൈവാത്മ പറയാ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവാ. നിങ്ങൾ ഭാരപ്പെടുന്ന ആ ബ്ലൂ ഷോൾ ഇട്ടിരിക്കുന്ന സഹോദരി, ബ്ലൂ ഷോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവും. ദൈവത്തിന്റെ ആത്മാ നിങ്ങളോട് പറയാണ്, നിരാശ കയറി, ജീവിതത്തിൽ ഭയം കയറിയിട്ട് ഈ ജീവിതം ഒരു പാൽ ജന്മമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുകയാണ്. ഒരു വിധത്തിൽ നിങ്ങൾക്ക് സമാധാനമില്ല. എന്തെങ്കിലും അല്പം സമാധാനം കിട്ടുമെന്ന് ചിന്തിച്ചാൽ അതുകൂടെ 24 മണിക്കൂർ നഷ്ടപ്പെടും. ശൂന്യയിൽ നിന്ന് ശൂന്യതയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നിങ്ങളുടെ വീട് രക്ഷയാണ്. യേശു കർത്താവ് നിങ്ങളുടെ വീടിനകത്ത് കയറുക, അന്ധകാര ശക്തികൾ മാറിപ്പോകുക, രോഗത്തിന്റെ ബന്ധനം അഴിഞ്ഞു മാറുക. യേശുവിന്റെ നാമത്തിൽ ആ സഹോദരിയെ കർത്ത തൊടുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതിന്റെ അടുത്ത് സഹോദരൻ ദിവാത്മാ പറയുന്നു, നിന്റെ രോഗത്തെ കർത്താവ് അഴിച്ചു മാറ്റി. എഴുന്നേൽക്കുക ദയവായി. രോഗത്തെ അഴിച്ചു മാറ്റുകയാണ്. രോഗം, നീ ഭാരപ്പെടുന്ന രോഗത്തിന്റെ ബന്ധനം ഹോസ്പിറ്റലുകൾ മാറി മാറി കയറി യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആ രോഗബന്ധനം യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ദ നെയിം ഓഫ് ജീസസ്. ദൈവത്തിന്റെ കരുവ കുടുംബത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ സമ്പത്ത് ചോർത്തിക്കളയാൻ ഇനി അനുവദിക്കത്തില്ല ദൈവം. ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ രക്ഷ വന്നിരിക്കുന്നു. അടുത്ത ആ രണ്ടുപേരെ അടുപ്പിച്ചെഴുതിട്ട് രണ്ടുപേര് ദൈവത്തിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ രണ്ടുപേരെ വ്യാപരിക്കുക. നിങ്ങളുടെ വീടിനകത്ത് ദൈവീയ സമാധാനം വ്യാപരിക്കുക. കുരുങ്ങിക്കിടക്കുന്ന മണ്ഡലങ്ങൾ, ഒന്നിനു പിറകെ ഒന്നായി ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന അപകടങ്ങൾ, ഒന്നിനു പിറകെ ഒന്നായി ആഞ്ഞടിക്കുന്ന നാശനഷ്ടങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, മനസ്സിന് സമാധാനമില്ല. യേശുവിന്റെ നാമത്തിൽ ആ രണ്ടുപേരുടെ മേൽ ദൈവസ്ഥാനത്തിൽ വ്യാപരിക്കുന്നു. കർത്താവ് വിടുവിക്കുക നിങ്ങളെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവേ, ജനത്തെ കർത്താവ് തൊടുന്നതിനായി സ്തോത്രം. അവിടുത്തെ കരം തൊട്ടങ്ങ് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. മരിക്കാൻ നിൽക്കുന്ന ചില വ്യക്തികൾ, മരിക്കാൻ നിൽക്കുന്നവർ, ദൂരെ നിന്ന് കേൾക്കുന്ന ആ വ്യക്തിയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, മകനെ, നിന്റെ വീട്ടുകാർക്ക് നിന്നെ വേണ്ട, നിന്റെ ഭാര്യയ്ക്ക് നിന്നെ വേണ്ട, ആർക്കും നിന്നെ വേണ്ട. യേശു പറയുന്നു, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്.
നീ ദൈവത്തിന്റെ പാദമെടുത്ത് മുട്ടുപടക്കാൻ തയ്യാറാണെങ്കിൽ നീ 1000 വട്ടം നടന്ന കാര്യങ്ങൾ സാധിക്കാത്തത് ഇന്ന് രാത്രി ദൈവം ഓപ്പണാക്കും. ഇന്ന് രാത്രി കർത്താവെ, അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. വിടുതലയച്ചതിനായി സ്തോത്രം. രോഗികളെ സൗഖ്യമാക്കിയതിനായി സ്തോത്രം. ഈ ദേശത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയിരിക്കുന്നതിനായി സ്തോത്രം. 1000കണക്കിന് ആൾക്കാർ ഈ ദേശത്ത് ഒരു നിത്യതയ്ക്ക് അവകാശിയായി മാറണം. അപ്പച്ചൻ അത്ഭുതം ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. വിടുതലയച്ചതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ മീറ്റിംഗ് കഴിഞ്ഞ് രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. എന്ത് വിഷയമായിക്കോട്ടെ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ മടങ്ങിപ്പോകരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നെ ഈ മീറ്റിംഗിന് ക്ഷണിച്ച ദൈവദാസന്മാർക്ക് നന്ദി അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് വരാറായി. നമുക്കൊരുങ്ങാം. ഗോഡ് ബ്ലെസ് യു. Hare
എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. ചില നിമിഷങ്ങൾ കൂടി ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മൾ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ പര്യവസാനിപ്പിക്കുന്നതാണ്. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. സർവശക്തനായ കർത്താവിന്റെ കരുതലും കൃപയും നമ്മളോട് കൂടി ഉണ്ടായിരുന്നു. ഈ രാത്രിയിൽ വളരെ അനുഗ്രഹീതമായ നിലയിൽ സമൃദ്ധിയായി ദേശത്തോട് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളോട് കരുണ തോന്നി നമ്മുടെ മധ്യ അയച്ച കർത്താവിന്റെ ദാസനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ സാംബാസക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രത്യേക കർത്താവിന്റെ ദാസൻ സാംബാസക്ക് നന്ദി അറിയിക്കുന്നു. നല്ല വചനചിന്ത ഈ രാത്രിയിൽ നമ്മളോട് പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്നെ നമ്മളെ മധ്യ അയച്ചല്ലോ. ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളെ മാറ്റിമറിക്കുന്നതാണ്, ദേശങ്ങളെ മാറ്റിമറിച്ചിട്ടുള്ളതാണ്, രാജ്യങ്ങളെ മാറ്റിമറിച്ചിട്ടുള്ളതാണ്, വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനമാണ്. ആ വചനത്തിന്റെ സാക്ഷിയായി തീരുവാൻ ഈ പന്തലിന് അകത്തും ഇതിന് പുറത്തുമൊക്കെ ഇരിക്കുന്നവരെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വചന കേൾവിക്ക് കാതുകൊടുത്ത എല്ലാ പ്രിയമുള്ളവരെയും നന്ദിയോടെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേക ദൈവത്തിന്റെ വചനം പങ്കുവച്ച കർത്താവിന് ദാസൻ സാംബാസക്ക് പ്രത്യേകം നന്ദി, അഭിനന്ദനങ്ങൾ. സ്വർഗത്തിൽ ദൈവം ധന്യമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ ഷിബിൾ പാസ് നമ്മോടുകൂടി ഇന്ന് രാത്രിയിൽ ഉണ്ടായിരുന്നു. കർത്താവിന് ദാസനും പ്രത്യേകം നന്ദി. സ്വർഗത്തിൽ ദൈവത്തിനെ അനുഗ്രഹിച്ച് നടത്തിയ വഴികൾക്കായി സ്തോത്രം. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത കർത്താവിന് ദാസൻ പ്രിയ എം എം മാത്യു പാസുകൾ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വളരെ അനുഗ്രഹീതമായ നിലയിൽ ഗാനങ്ങൾ ആലപിക്കുകയും മനോഹരമായ നിലയിൽ ആലപിക്കുകയും അപ്പോൾ തന്നെ അത് ലീഡ് ചെയ്യുകയും ചെയ്ത പ്രിയ വിനോദ് പാസ്റ്റർക്ക് നന്ദി അറിയിക്കുന്നു. പാട്ടുകൾ പാടിയവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കീബോർഡ് വായിച്ചവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവ് ഈ രാത്രി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വചനക്കേൾ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നാളെയും കൃത്യം 5:30 മണിക്ക്, സമയം മാറുകയില്ല, കൃത്യം 5:30 മണിക്ക് തന്നെ, ഇന്ന് 5:30 തന്നെ ആരംഭിച്ചു. 5:30 തുടങ്ങും. 7 മണിക്ക് പാട്ടുകൾ അവസാനിക്കുന്നതാണ്. പാട്ടുകൾ പാടാൻ അല്ലെങ്കിൽ പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹമുള്ളവർ 7 മണിക്ക് മുൻപ് 5:30 തന്നെ എത്തിച്ചേരാനായിട്ട് ഉത്സാഹിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇതേ സമയത്ത് തന്നെ നാളെയും യോഗം പര്യവസാനിക്കുന്നതാണ്. ആർക്കും വീട്ടിലെത്തിച്ചേരാനോ അസമയത്ത് എത്തിച്ചേരേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സമയബന്ധിതമായി എല്ലാ കാര്യങ്ങളും ഈ തുടർന്നുള്ള 2 ദിവസങ്ങളിലും നടക്കുന്നതാണ്. നാളെ വളരെ അനുഗ്രഹീതമായ നിലയിൽ ദൈവത്തിന്റെ വചനം